പ്രിയമുള്ളവരെ, ഇരിക്കുന്ന നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് വലിയ പദവി അള്ളാഹു നൽകിയിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കൾക്ക് നമ്മൾ വലിയ തക്രീമത്ത് നൽകി, വലിയ ബഹുമാനം നൽകിയെന്ന് വളരെ ശക്തിയായ ഭാഷയിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പാഠം നൽകിയതാണ്. ബനു ആദം, അവിടെ നമ്മളെ ചേർത്ത് പറഞ്ഞത് ആദം നബിയിലേക്കാണ്. ആദമിൻ്റെ മക്കൾ, അങ്ങനെയാണല്ലോ ബഹുമാനം പറയുമ്പോൾ ഇത് ഇന്നയാളെ മക താജുലുലമൻ്റെ പേരക്കുട്ടിയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ബഹുമാനം പ്രത്യേകിച്ചുണ്ട്. മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് പറയുമ്പോൾ ആ ചേർക്കപ്പെട്ട വ്യക്തിയുടെ സ്ഥാനം ഈ ചേർക്കപ്പെട്ട ഈ വ്യക്തിത്വത്തിന് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അപ്പം ആദമിൻ്റെ മക്കൾക്ക് എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ബഹുമാനമാണ് സത്യത്തിൽ മനുഷ്യരാകുന്ന നമുക്കൊക്കെ അള്ളാഹു ബഹുമാനം നൽകിയിട്ടുള്ളത്. അത് ഈ ആയത്തിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആദമിൻ്റെ മക്കൾക്ക് നമ്മൾ വലിയ തക്രീമത്ത് നൽകി. അങ്ങനെ ആദമിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആദം നബിക്ക് വലിയ പദവി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ പദവി അത് ഇൽമാണ്. ഇൽമാണ് അള്ളാഹു നൽകിയത്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ആദം നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അൽ അസ്മാഅ കുല്ലഹ, സർവനാമങ്ങളെയും. ഇനി പ്രപഞ്ചത്തിൽ എന്ത് വസ്തു ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകാനുണ്ടോ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഒക്കെ നാമങ്ങൾ അള്ളാഹു താല നേരത്തെ ആദം നബിക്ക് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇൽമാണ് ആദം നബി അലൈഹിസ്സലാമിനിക്ക് എല്ലാ വസ്തുവിൻ്റെയും പേരുകളെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തു എന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ബഹുമാനമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദം നബി അലൈഹിസ്സലാം ഈ വിഷയത്തിൽ മലായിക്കത്തിൻ്റെ ഗുരുവര്യരായി മാറി, ഉസ്താദായി മാറി. അപ്പോൾ ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് ഫസ്ജുദൂ ലി ആദമ, ആദമനിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം. കാരണം മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ഇൽമാണ് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തത്. അവിടെ അള്ളാഹു നേരിട്ട് ലദുന്നിയായി പഠിപ്പിച്ചു കൊടുത്ത ഇൽമാണത്. അത് മലക്ക് മുഖേന പഠിപ്പിച്ചു കൊടുത്ത ഇൽമല്ല. ഇൽമ് പല നിലക്കും അള്ളാഹു മനുഷ്യന്മാർക്ക് കൊടുക്കും. ഒന്ന് അള്ളാഹു ലദുന്നിയായി കൊടുക്കും. ഇവിടെ ഈ പറഞ്ഞത് ലദുന്യ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു. കാരണം മലക്കുകൾക്ക് വരെ അറിയാത്ത ഇൽമാണ് അള്ളാഹു തആല ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ നാവിൽ നിന്നാണ് മലക്കുകൾ ഈ വസ്തുവിൻ്റെ പേരുകളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആദം നബി ഉസ്താദായി മാറിയപ്പോൾ ഒരു ഉസ്താദിനെ ആദരിക്കേണ്ടത് ഖുർആൻ പഠിപ്പിച്ചു തന്നു. ഫസ്ജുദൂ ലി ആദമ, മലക്കുകളെ നിങ്ങൾ ആദമനിക്ക് സുജൂദ് ചെയ്യണം. മലായിക്കത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ, പരിശുദ്ധാത്മാക്കളായ മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. ജിന്നിൻ്റെ അബുൽ ജിന്നായ ഇബ്ലീസ് എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. ഇബ്ലീസിനോടും ആ കൂട്ടത്തിൽ സുജൂദ് ചെയ്യാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇബ്ലീസ് നേരത്തെ മലക്കല്ല, പക്ഷെ ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അത് ജിന്ന് വർഗത്തിൽപ്പെട്ട അവരുടെ തന്തയാണ് ആര്? ഇബ്ലീസ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ജിന്നിനേക്കാൾ സ്ഥാനം മനുഷ്യന്മാർക്കാണ്. എന്തുകൊണ്ട്? മനുഷ്യന്മാർ ആദം നബീൻ്റെ മക്കളാ, ജിന്നുകൾ എന്ന് പറഞ്ഞത് ഇബ്ലീസിൻ്റെ മക്കളാ. അതിൽ പിന്നെ മുസ്ലിമായവരും നല്ല ജിന്നുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ബഹ്റുൽ ഉലൂം ശൈഖുന വഖി ഉസ്താദൊക്കെ പറയും മനുഷ്യൻ ജിന്നിനെ സേവിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണ്, ജിന്നിനെ സേവിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യൻ അങ്ങനെ ജിന്നിനെ സേവിക്കൂല. മനുഷ്യൻ്റെ കീഴിലാണ് ജിന്നുള്ളത്. നല്ല മനുഷ്യന്മാർക്ക് ജിന്ന് ഖിദ്മത്ത് ചെയ്യാൻ വരും. അത് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഖിദ്മത്തിന് വന്നിട്ടണം. അല്ല ജിന്നിനെ സ്വാധീനിക്കാനോ ജിന്നിനെ സേവിക്കാനോ മനുഷ്യന്മാർ മെനക്കെടാൻ പാടില്ല എന്നാ. അത് പിന്നെ അപകടം ചെയ്യും. അതിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാനം നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.
അതുകൊണ്ട് സർവ്വ ജിന്നും ഇൻസും മനുഷ്യനാണ് അടിമപ്പെടുക, മനുഷ്യൻ്റെ കീഴിലാണ് വരിക. പ്രപഞ്ചം തന്നെ മനുഷ്യൻ്റെ കീഴിലാണ് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പൂർണ്ണമായി കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി പഠിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആദം നബിൻ്റെ മക്കളായ നമ്മൾ മോശക്കാരല്ല. ഖുർആനിൽ ഏറ്റവും വലിയ ജിന്നിനേക്കാൾ ഉപരി, മലക്കിനേക്കാൾ ഉപരി പദവി നൽകപ്പെട്ടവരാണ് ആര്? മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മനുഷ്യ വിഭാഗം അത് നമുക്ക് അല്ലാഹു തന്ന പദവി നമ്മൾ കളയരുത്, അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിച്ചാൽ കഠോരമായ ശിക്ഷ അള്ളാഹു മനുഷ്യന് തരും, അത് യാതൊരു സംശയവുമില്ല. അള്ളാഹു ഇത്രയും വലിയ പദവിയും സ്ഥാനവും ഒക്കെ നൽകി, ഇത്രയും വലിയ പദവികളൊക്കെ നൽകി ആദരിച്ച് ഈ ഭൂമിയിൽ പറഞ്ഞയച്ച മനുഷ്യന് അവന് നൽകപ്പെട്ട സ്ഥാനവും പദവിയും നിലനിർത്തി ജീവിക്കാൻ അവനക്ക് സമയം സന്ദർഭം ഇല്ലെങ്കിൽ, തോന്നിയ മാതിരി ജീവിക്കുകയാണെങ്കിൽ കഠോരമായ ജഹന്നം എന്ന നരകം അള്ളാഹു ഈ മനുഷ്യന്മാർക്ക് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നരകത്തിൻ്റെ വിറകാകലിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ, സലാമത്താക്കണം തമ്പുരാനെ. നരകത്തിൻ്റെ വിറകാകാൻ വലിയ പണിയൊന്നുമില്ല. അള്ളാഹ് ബഹുമാനിച്ചൊരു വസ്തുവിനെ പുച്ഛിച്ചാൽ മതി. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇബ്ലീസ്. അള്ളാഹ് ബഹുമാനിച്ച ഒരു സംഗതിയെ നമ്മൾ പുച്ഛിച്ചാൽ മതി. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇബ്ലീസ്. നരകത്തിൻ്റെ നേതാവാണ്. നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ആളുകളെ അതിലേക്ക് മറിച്ചിടാനും അതിലേക്ക് വേണ്ടി എല്ലാവിധ കുസൃതികളും ചെയ്യാനുള്ള എല്ലാവിധ കഴിവുകളും നൽകപ്പെട്ട ഏറ്റവും വലിയ വികൃത ജീവിയാണ് ഇബ്ലീസുല്ലായിൽ. ആ ഇബ്ലീസുല്ലായിൽ നരകത്തിൻ്റെ വിറകായത് ഒരൊറ്റ സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ എത്രത്തോളം ഇബ്ലീസ് അവസാനം മൂസാ നബി വന്നപ്പോൾ മൂസാ നബിനോട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹിനോടൊന്ന് പറയണം എന്ന് മൂസാ നബിനോട് ആവശ്യപ്പെട്ടു. മൂസാ നബി പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ ഇബ്ലീസ് ഇങ്ങനെ മാപ്പപേക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഇബ്ലീസിന് ഒന്നെന്ത് ചെയ്യണം, പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. മൂസാ നബിനോട് പറഞ്ഞു, ഇബ്ലീസിനോട് പറയും, എന്ത് ആദമിൻ്റെ ഖബറിൻ്റെ അടുത്ത് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും. ചെയ്ത കുറ്റം അങ്ങനെയല്ല പരിഹരിക്കുക. ആദമിൻ്റെ ഖബറിൻ്റെ അടുത്ത് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറയൂ. മൂസാ നബി വലിയ സന്തോഷത്തിൽ വന്നിട്ട് അവസരം കിട്ടിയിക്കണ്, തൗബക്കുള്ള അവസരം കിട്ടിയിക്കണ്. ഇബ്ലീസിനോട് പറഞ്ഞു, എന്ത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇബ്ലീസിന് അപ്പോഴും അഹങ്കാരം ഉണ്ടായത്. ജീവിച്ചിരിക്കണ ആദമിന് സുജൂദ് ചെയ്യാത്ത ഞാനിഞ്ഞി ഖബറിൻ്റെ അടുത്ത് പോയി സുജൂദ് ഇന്നെ കിട്ടൂലാറിന്. അവൻ നരകത്തിൻ്റെ വക്താവാൻ അള്ളാഹ് തീരുമാനിക്കപ്പെട്ടു പോയി. അള്ളാഹു അവൻ്റെ ഷെറിൽ നിന്ന് നമ്മളൊക്കെ അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇരിക്കണ നമ്മളൊക്കെ വലിയ പദവിയുള്ള ആളുകളാണ്, വലിയ സ്ഥാനമുള്ള ആളുകളാണ് നമ്മളൊക്കെ മനുഷ്യന്മാർ. പക്ഷെ നമ്മളെ സ്ഥാനവും പദവിയും നമ്മൾ നിലനിർത്തണം. അതിനൊരു നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. അതാണ് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് നമുക്ക് ഇബ്ലീസിൻ്റെ ഷർറ്, ഇബ്ലീസിന് വലിയ സ്വാധീനം അല്ലാഹു കൊടുത്തു. മനുഷ്യൻ്റെ രക്തം നടക്കുന്ന നാഡീവ്യൂഹങ്ങളിൽ മുഴുവനും സഞ്ചരിക്കാനുള്ള കഴിവ് ഇബ്ലീസിന് അല്ലാഹു കൊടുത്തു. ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റാ ദമിഹി, റിവായത്തിൽ മജ്റദ്ദമി, ഏതോ ആകട്ടെ, എന്താണെങ്കിലും മനുഷ്യൻ്റെ രക്തം നടക്കുന്ന സഞ്ചാര മേഖലകളിൽ മുഴുവനും ഇബ്ലീസിന് ശൈത്താന് നടക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് മുത്തു റസൂലുള്ളാഹി. വലിയ കടുപ്പുള്ള സംഗതി. മനുഷ്യൻ്റെ രക്തം എവിടെ നടക്കും? തലച്ചോറിൽ നടക്കും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ വായിലാണ് സാധനത്തിൽ എന്തെങ്കിലും പോഷകം കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ ചവച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇറക്കിയാൽ അത് നമ്മൾ ആമാശയം സ്വീകരിച്ച് അവിടെ കൃത്യമായ വർക്കിംഗ് ദഹനം നടന്ന് ആ ദഹനത്തിൽ നിന്ന് കിട്ടിയതായ പോഷകങ്ങളിൽ രക്തം, കഫം, വാതം, പിത്തം 4 സംഗതിയെ കിഡ്നിൻ്റെ വർക്കോട് കൂടി അത് വേർതിരിക്കും. വളരെ അത്ഭുത ജീവിയാണ് ജീവികൾ എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും വലിയ അത്ഭുത ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കാൻ ഒന്നുമില്ല. നമ്മളെടുത്ത്
കാരണം അത്രയും ലൈഫായൊരു വസ്തുവാണിത്. ഈ ഉള്ളിൽ കൂടി ഈ ലഘുവായ വസ്തു ഇറക്കപ്പെട്ട ആ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് കിഡ്നിയാകുന്ന അണ്ടിപ്പരിപ്പ് പോലത്തെ സാധനം, ഉള്ളുപൊള്ളയായ സാധനത്തിൻ്റെ കൃത്യമായ പൊറക്കോട് കൂടി എന്ത് ചെയ്യും, അതിലെല്ലാം ചെയ്യും വേർതിരിയും. അതിൽ കാഷ്ടം വേറെ ഭാഗത്ത്, മൂത്രം വേറെ ഭാഗത്ത്, രക്തം, കഫം, രക്തം അത് പൂർണ്ണമായി പ്രസരിക്കലി കൊടുക്കാൻ കിഡ്നി മേൽപോട്ട് ഹാർട്ടിലേക്ക് തള്ളിക്കൊടുക്കും. അങ്ങനെയാണ് ഹാർട്ടിൻ്റെ വർക്ക്. അതിന് ഈ ഹാർട്ടിലേക്ക് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണമെങ്കിൽ ഈ ശ്വാസകോശം എന്ത് ചെയ്യണം, അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അതിന് എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് ഓക്സിജൻ കിട്ടണം, പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടണം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വലിയ അത്ഭുത ജീവിയാണ്. അങ്ങനെ അത് വർക്ക് ചെയ്ത് അതിങ്ങനെ എന്ത് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കും. അതിലിങ്ങനെ ആവശ്യത്തിനുള്ളത് തലച്ചോറിലേക്ക് കണ്ട് കൊടുക്കും. അങ്ങനെ തലച്ചോറിക്ക് കൊടുക്കും. തലച്ചോറിക്ക് ഒരു അണുമണി തൂക്കം അളവ് കൂടുതൽ ചെന്നാൽ ഒന്ന് പ്രഷർ അടിച്ച് കയറും. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ മുണ്ടിയിട്ട് 2 ദിവസം പ്രഷർ അടിച്ച് കയറിയതാണല്ലോ അറിയും. ഒരു അണുമണി തൂക്കം രക്തം തലച്ചോറിലേക്ക് അധികം കയറിയാൽ മതി. അള്ളാഹു വലിയൊരു അത്ഭുത ജീവികളാണ് നമ്മളൊക്കെ. ഓരോ ശ്വാസത്തിനും അൽഹംദുലില്ലാ പറയണം നമ്മൾ. അത്രമാത്രം കടുപ്പുള്ള ജീവികളാണത്. നമ്മളിങ്ങനെ കുതിര കളിച്ച് നടക്കരുത്. ഓരോ ജീവിനൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ് മഹത്തുക്കൾ. ഇതൊന്നും ഞാൻ പറയുന്നതിൽ ബഹുമാനപ്പെട്ട ഹിജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അടുത്ത ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങനെ തലച്ചോറിൽ നിന്നാണ് പിന്നെ അതിൻ്റെ എന്ത് ചെയ്ത് സർക്കുലേഷൻ, ട്രാൻസ്ഫോമർ, അവിടുന്ന് 4 ഭാഗത്തിലേക്കും അതെന്ത് ചെയ്യും, പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വിരലിങ്ങനെ അനക്കണമെങ്കിൽ തലച്ചോറിൽ നിന്ന് രക്തം വന്നിട്ട് വേണം, രക്തത്തിൻ്റെ പാസിങ് വേണം, എല്ലാ പാർട്സുകളും കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ ആരോഗ്യസ്ഥിതി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ രക്തം കൂടുതലിൻ്റെ അളവ് ചെല്ല. അതുകൊണ്ടാണ് ഈ രക്തത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് രോഗിയായി മാറുന്നത്. ശരീരത്തിന് ആവശ്യമുള്ളതേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ, ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ. അപ്പോഴേ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അർഹമുർ-റഹീമീനായ റബ്ബ് അവിടെ നമുക്ക് നിയന്ത്രണമില്ല. ഇപ്പം മനുഷ്യന്മാർക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളായി മാറിയത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ പോലെ രോഗിയായ ഒരു ജീവി ഇന്നില്ല. എന്തേ കാരണം? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ക്രമം തെറ്റിയുള്ള ജീവിതങ്ങൾ. അവിടൊക്കെ നമുക്ക് ഒരുപാട് ക്രമങ്ങൾ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കണം, എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ക്രമപ്പെട്ട ജീവിതം നമ്മൾ ജീവിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഭൗതികമായ ബോഡിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഞാൻ ആദ്യമായി പറഞ്ഞത് മനുഷ്യന് നൽകിയ ആത്മീയ പദവിയാണ്. ആദം നബിൻ്റെ മക്കളാണ്. അതൊരു ആത്മീയമായ ദറജ. ഭൗതികമായ ശരീരമാണെങ്കിലോ അത് വലിയ ഒരു കുതിറത്താണ്, അല്ലാഹുവിൻ്റെ അപാരമായ കുതിറത്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മേൽപോട്ട് വലിക്കുന്ന ശ്വാസം, കീഴ്പോട്ട് വിടുന്ന ശ്വാസം അത് കൃത്യമാകണമെങ്കിൽ കിഡ്നിൻ്റെ വർക്ക് കൃത്യമായിരിക്കണം. കിഡ്നിൻ്റെ വർക്ക് കൃത്യമാകണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ തത്തുല്യമാകണം. അപ്പോൾ തത്തുല്യമായ അളവ് തെറ്റുമ്പോഴാണ് ചിലർക്ക് പിത്തം കൂടുതൽ, ചിലർക്ക് കഫം കൂടുതൽ, ചിലർക്ക് വാദം കൂടുമ്പോഴാണ് ഷുഗറും പ്രഷറൊക്കെ ഉണ്ടാകുക. വാദം എന്ന് പറയുന്ന വസ്തു അളവ് കൂടുമ്പോഴാണ് ഷുഗർ, പ്രഷർ പോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകുക. അങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് ഓരോ ശ്വാസോച്ഛ്വാസത്തിനും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് റഹ്മുർ-റഹീമീനായ അല്ലാഹു ഓരോ ശ്വാസത്തിലും അല്ലാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യാൻ, അല്ലാഹുവിനെ കുറിച്ച് തഫക്കുർ ചെയ്യാൻ, നമ്മുടെ ഹൃദയത്തിനെ റബ്ബിലേക്ക് കൊണ്ടുവരാൻ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ രക്തം നടക്കുന്ന തലച്ചോറിൽ മുതൽക്ക് ഹാർട്ട് മുതൽക്ക് എല്ലാ നാഡീനരമ്പുകളിൽ മുഴുവനും നടക്കുന്ന പ്രക്രിയയാണ് നമ്മളെ ബ്ലഡ്, രക്തം എന്ന് പറയപ്പെടുന്നത്. ആ പദാർത്ഥം സഞ്ചരിക്കുന്ന മേഖലകളിൽ എത്ര ആരോഗ്യത്തിലാണ്, എത്ര പവറിലാണ് എൻ്റെ രക്തം നടക്കുന്നത്, അതേ പവറിൽ, അതേ ശക്തിയിൽ എൻ്റെ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ചോരത്തളപ്പ് കൂടുതലുള്ളവർക്ക് പൈശാചികത കൂടും. നോക്കില്ല നിങ്ങൾ, യുവാക്കൾക്കൊക്കെ പൈശാചികത കൂടുതലേ കാരണം. എന്താ കാരണം? വയസ്സന്മാർക്ക് അത്ര തന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവരുടെ ബ്ലീഡിങ്ങിൻ്റെ പവർ കുറഞ്ഞിക്കണ്. മറ്റേ യുവാക്കളൊന്നും പറഞ്ഞാൽ കേൾക്കൂല, അപ്പോൾ അനുസരിക്കൂല. അപ്പോൾ കേൾക്കാൻ ഇപ്പോൾ യുവാക്കളൊന്നും കിട്ടൂല.
അൽഹംദുലില്ലാഹ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു മക്കളൊക്കെ വലിയ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. ഓൽക്ക് അല്ലാഹു പഠിച്ചുയരാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. പഠിച്ചുയരാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. ഓലൊക്കെ എത്ര പ്രശംസിച്ചാലും മതി വരൂല. ഓലൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ സ്കൂൾ പഠിച്ചോലി കൂട്ടത്തിലിരിക്കുന്ന അമ്മായിൻ്റെ മക്കൾ, എളാപ്പാൻ്റെ മക്കൾ, അമ്മോൻ്റെ മക്കളും ഒക്കെ കൂടി ഇങ്ങോട്ട് കൂടുമ്പോൾ അവരൊക്കെ ഫാൻ്റെ ഇട്ടോലും മറ്റേ കോലും മുടിയൊക്കെ കൂടി മാറിയ കൂടുതൽ ഇപ്പം ഈ തലപ്പാവും വെച്ച് ചെല്ലുമ്പോൾ ഇവരുടെ ഈമാൻ നല്ല കടുപ്പുള്ള ഈമാൻ. അത് മാറരുത് കേട്ടാ. കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. നല്ല ശക്തിയായി നിങ്ങൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിൻ്റെ അഹ്ലുകാരായി വളരാനും ഉയരാനും താജുൽ ഉലമൻ്റെ മുഹിബ്ബീങ്ങളാകാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ രക്തം നടക്കുന്നിടത്തൊക്കെ പിശാച് നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാച് നമ്മളങ്ങനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടെത്തണം. അതിലൊരു വഴിയാണ് എന്ത്, നമുക്ക് ഈമാൻകാരൻ എന്തിനാ 6 പറഞ്ഞത്? അല്ലാഹുവിൽ വിശ്വസിക്കണ നമുക്കെന്തിനാ 6 കാര്യം തന്നത്? ഏത് മനുഷ്യനും പൈശാചികതയിൽ നിന്ന് തൻ്റെ ജീവിതം സലാമത്താകണമെങ്കിൽ ഒരു ആത്മീയ നേതാവ് വേണം. ആത്മീയ നേതാവില്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. അതിനാണ് അല്ലാഹു തആല ലോകത്ത് എല്ലാ വിഭാഗം ആളുകൾക്കും അംബിയാ മുർസലുകളെ കൊണ്ടുവന്നത്. ഇത് വെറുതെ കൊടുന്നതല്ല, ഇത് വെറുതെ ഒരാൾക്കൊരു പദവി കൊടുത്തതല്ല. മറ്റ് ഈ പദവി കിട്ടാത്ത സാധാരണക്കാർ മുഴുവനും എന്താവണം? ഈ നബിനെ അംഗീകരിക്കണം. ഓരോ കാലഘട്ടത്തിലും ഓരോ ഉമ്മത്തിലും ഓരോ വിഭാഗത്തിൽ എവിടെയെല്ലാം അംബിയാ മുർസലുകൾ വന്നിട്ടുണ്ടോ അവരെ മുഴുവനും നബിയാണെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവർ പറഞ്ഞതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ രക്ഷപ്പെടൂല. അതാ ഈമാൻ കാര്യത്തിൽ അംബിയാക്കൾക്കുള്ള പദവി. അള്ളാഹുവിലേക്കാണ്. ഇപ്പോൾ വഹാബി മൗദൂദിൻ്റെ വാദമൊന്നും നമുക്ക് പറ്റൂല. അങ്ങനെ ഒരു ദീനുൽ ഇസ്ലാം ഇല്ലേനു. അംബിയാക്കളൊക്കെ സാധാരണ മനുഷ്യന്മാർ, ഒന്നിനും നമ്മളെപ്പോലത്തെ ഒരാളെന്ന് പറയാ, വലിയൊരു പ്രത്യേകത ഒന്നും ഇല്ല എന്ന് പറയാ. എന്നിട്ടിങ്ങനെ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇലാഹിൻ്റെ അടുത്ത് ഒരു മാർഗമില്ല, അങ്ങനെ ഒരു വഴി അല്ല വെച്ചിട്ടില്ല ഭൂമിയിൽ. പാവപ്പെട്ട നമുക്കൊക്കെ രക്ഷപ്പെടാൻ ഒരു നബി വേണം. അങ്ങനെ ഓരോ കാലം അതിനാ ആദ്യം വന്ന നബി ആദം നബി, അത് അള്ളാഹുവിൻ്റെ റസൂലായ നബി. വെറും നബി മാത്രമല്ല, റസൂലും കൂടിയാണ്. പിന്നെ അബുൽ അജ്സാദ് ആദം നബി. മനുഷ്യന് 4 പിതാവാണുള്ളത്. ഒന്ന് അബുൽ അർവാഹി റസൂലുള്ളാഹി, ആത്മാവിൻ്റെ പിതാവ് മുത്തു റസൂലുള്ളാഹി. മറ്റൊന്ന് ശരീരത്തിൻ്റെ പിതാവ് ആദം നബി. ഇങ്ങനെ 2 പിതാവ്. 3ാമത്തെ പിതാവ് അബുസുൽബ്. എൻ്റെ ഉമ്മാൻ്റെ ഗർഭത്തിൽ ഞാൻ വരാൻ കാരണമായ എൻ്റെ ഉപ്പ, നമുക്കൊക്കെ ഉപ്പാരുണ്ടല്ലോ, ആ ഉപ്പ എൻ്റെ ആത്മീയമായ ഗുരുവാണ്. എൻ്റെ ഉപ്പാൻ്റെ കാലിൻ്റെ ഒട്ട് കിടന്നെങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എൻ്റെ ഉമ്മൻ്റെ ആത്മീയമായ ഗുരുവാണ്. ആ ഉമ്മാൻ്റെ കാലും ചുവട്ടിൽ ഞാൻ കിടക്കണം. ഞാൻ കാലിയാവാം, ഞാൻ വലിയ മൊലേരാവാം, ആരൊക്കെ അന്നും പറഞ്ഞിട്ട് വരില്ല. ഉമ്മാക്കും പാപ്പാക്കും കൊടുക്കേണ്ട നിലവാരം കൊടുക്കണം. അപ്പോഴേ അവിടുന്ന് എനിക്ക് സ്വർഗം കിട്ടുള്ളൂ. ഞാൻ വലിയ ആലിമാണ്, എൻ്റെ വാപ്പ ജാഹിലാന്നൊന്നും പറഞ്ഞ് ഉത്തരുന്ന സംഗതി നടക്കൂല. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഒരു കുരുത്തും പൊരുത്തൊക്കെ എനിക്ക് വേറെ കിട്ടണം. അങ്ങനെ അബുസുൽബ് ഒരു വാപ്പുണ്ട്. പിന്നെ ഒരു വാപ്പ വേണം, എന്ത്? അബുൽ ഇൽമ്. ഇൽമിനൊരു വാപ്പ വേണം, ഒരു ഉസ്താദ് വേണം. ഉസ്താദ് ഇല്ല ഞാൻ ഈ സംഗതി നടക്കൂല. അബുൽ ഇൽമ് അതാണ് ആര്? നബിമാരോടുള്ള നമുക്ക് അബുൽ ഇൽമ്, അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ബന്ധമാണ് അബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ. തങ്ങളടുത്തേക്ക് നമ്മളെ സനത് ചേർത്ത് തരാൻ പറ്റിയ ഒരു വാപ്പാക്കാണ് അബുൽ ഇൽമ്. എൻ്റെ വാപ്പ ആ വിഷയത്തിൽ ബഹറുൽ ഉലൂം ശൈഖുന ഓടക്കൽ ഉസ്താദാണ്. അവിടുത്തെ ആണ്ടിൻ്റെ മാസം അവസാനിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. മാസം കഴിഞ്ഞേക്കണ്. മാസം കഴിഞ്ഞ മാസമായിരുന്നു, അല്ല ഈ മാസം തന്നെ, ഈ മാസം തന്നെ അല്ലേ? ഈ മാസം തന്നെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവിടുത്തെ ഉറൂസ് കഴിഞ്ഞത്. അവിടുത്തെ വീട്ടിൽ വെച്ച് മാസം 6-ന്. വലിയ ബഹറല്ലേ, ഇൽമിൻ്റെ ബഹറല്ലേ, മുഴുവനും ഇൽമല്ലേ. എല്ലാ ഫന്നിലും അതിന് കഴിവില്ലാത്തൊരു സംഗതിയില്ല. എന്ത് ചോദിച്ചാലും എങ്ങനെ ബന്ധപ്പെട്ടാലും എല്ലാ ആക്കിലുമാണ് നാക്കിലുമാണ്. അങ്ങനത്തെ ഒരു മഹാപണ്ഡിത ഒരിയാണ്, ആബിദാണ്, ഒലിയാണ്. മടവൂർ CM മൂപ്പര് കെടുക്കണോടത്ത് എഴുന്നേറ്റിരുന്നിട്ടാ അവർക്ക് സലാം പറയല്. മൂപ്പരെ കുറിച്ച് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനത്തെ മഹാനാ. വടകര അമ്മദാജി ഓർ മുലമാരെ മുഴുവനും ദ്വാരക്കാൻ പെടില്ല. അവിടുക്ക ഉൽക്കിങ്ങ പോയി ദ്വാരിപ്പിച്ചോളി എന്നാ പറയാ. അങ്ങനത്തെ വലിയ മഹാനാ ബഹറുൽ ഉലൂം ശൈഖുന.
ഉള്ളാളത്തെ പാപ്പാക്കൊക്കെ അഭേദ്യ ബന്ധിരുന്നു. ഇയാസുന്നിയിൽ സനത് ദാനം ഉണ്ടായാൽ ഉസ്താദ് പറഞ്ഞയച്ചാൽ മതി, എന്നാൽ ഉള്ളാളത്തെ പാപ്പ അവിടെ എത്തും. ഉള്ളാളത്തെ പാപ്പ സനത് കൊടുക്കാൻ അവിടെ വരും. അങ്ങനെയായിരുന്നു. അവരൊക്കെ തമ്മിൽ വലിയ ആത്മീയ ബന്ധമായിരുന്നു. അപ്പം നമ്മളെ ഇൽമിന് അതുകൊണ്ട് ഇവിടുത്തെ മുത്തല്ലിമീങ്ങൾ ഇൽമ പഠിക്കുന്നുണ്ട്. നാട്ടുകാരും വേണം പഠിക്കുക. നാട്ടുകാരും കിതാബ് ഓതണം. ഒരു സമയം കണ്ടെത്തി തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ യുവാക്കൾ പഠിക്കണം, ഇവിടുത്തെ യുവാക്കൾ ഓതണം, സ്ത്രീകൾക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അള്ളാഹു അതിൻ്റെ നല്ലൊരു നാടായി ഈ സ്ഥാപനം, ഈ ദർസ് കാരണം നല്ലൊരു നാടായി അള്ളാഹു ഈ നാടിനെ അള്ളാഹു ആക്കട്ടെ, അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളെ ഇൽമിനൊരു പിതാവ്, ആ പിതാവാണ് ഇവിടെ കുട്ടികളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറ്റിയ ഒരു പിതാവിനെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉള്ളാളത്തെ പാപ്പാൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ് ഇവിടുത്തെ നമുക്ക് ഈ സ്ഥാപനത്തിൽ നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ്. അള്ളാഹു അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ, ഇൽമിൽ അല്ലാഹ് ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണം, നാട്ടുകാരും ബന്ധപ്പെടണം. എല്ലാവരും അവരവരുടെ നിലവാരം അനുസരിച്ച് ബന്ധപ്പെട്ട് നിങ്ങളും നിങ്ങളുടെ ഈമാനും ഹിദായത്തും തഖ്വയൊക്കെ സംരക്ഷിക്കണം. ഒരു ബന്ധമില്ലെങ്കിൽ ഇബ്ലീസ് നമ്മൾ പിടിച്ചുകൊണ്ടുപോകും, ഇബ്ലീസ് നമ്മളെ ഒറ്റിക്കൊണ്ടുപോകും, ഒരു സംശയമൊന്നുമില്ല. അള്ളാഹു ഞങ്ങളെ ഇബ്ലീസിൻ്റെ കെണിയിൽ പെടുത്തല്ല. അള്ളാഹ് വലിയ വലിയ ആളുകളൊക്കെ ഇബ്ലീസ് കുടുക്കിയിട്ടുണ്ട്. ഇബ്ലീസിന് അത്രമാത്രം കഴിവാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്, പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ടൊരു ഇബ്ലീസിൻ്റെ ഷെറിൽ രക്തത്തിനാൽ ഊട്ടപ്പെട്ട മനുഷ്യ ശരീരങ്ങളാണ് ഇരിക്കുന്നത്. ആ ഒരു ഓർമ്മ നമുക്ക് ശരിക്കും വേണം. അതിനൊരു ആത്മീയ ഗുരു എന്നാണ് അമ്പിയാക്കൾ. പിന്നെ അമ്പിയാക്കൾ അള്ളാന്റെ ഇടയിൽ പ്രവർത്തിച്ചവരാണ് മലക്കുകൾ. അങ്ങനെയാണ്, അമ്പിയാക്കളെ അള്ളാന്റെ ഇടയിൽ പ്രവർത്തിച്ചവരാണ് മലക്കുകൾ. മലക്കുകൾ അമ്പിയാക്കളെ അള്ളാന്റെ ഇടയിൽ നമ്മളെ ഖാദിമീങ്ങളുമാണ്. എൻ്റെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലൊക്കെ മലക്കുകളുണ്ട്. അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ സംഗതികളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അങ്ങനെ വെച്ചത്? നല്ല വലിയ കാര്യപ്പെട്ട ആൾക്കാർ വരുമ്പോൾ വണ്ടിൻ്റെ ഇറങ്ങിയത് മുതൽ ഇവിടെ എത്തോളം ഫോട്ടോ എടുക്കുമല്ലോ, ക്യാമറയിൽ പകർത്തുമല്ലോ. എന്തിന്? അയാളുടെ എല്ലാ ഹർക്കത്തുകളും മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠത്തിന്. അതുപോലെ മനുഷ്യനെ എല്ലാം ഒപ്പിയെടുക്കാനുള്ള മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ലത് എഴുതാൻ നോക്കി, അവനാൻ്റെ ഏട് നന്നാക്കാൻ നോക്കി. അത് രണ്ട് ഭാഗത്തുണ്ട്, വലത്തുണ്ട് ഇടത്തുണ്ട്. ഇങ്ങനെ മലായിക്കത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിയുന്നൊരു സമയം നമുക്ക് വരാണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതം ഈ ലോകത്ത് ജീവിക്കുന്നത് മൂന്നാം മഹാലോകത്തിലാണ്. ഇവിടെ വരുന്നതിൻ്റെ ഉമ്മാൻ്റെ ഗർഭലോകത്തിലാണ് ജീവിച്ചത്. ആലമുൽ അർഹാം എന്ന് പറയപ്പെടുന്ന ഗർഭലോകത്ത്. അവിടെ വരുന്നതിൻ്റെ മുമ്പ് ആലമുൽ അർവാഹിൽ ആത്മീയ ലോകത്താണ് ജീവിച്ചത്. ആദ്യമായി ആത്മീയ ലോകത്തിൽ നിന്ന് തുടക്കം കുറിച്ച യാത്ര സമയമായപ്പോൾ ഉമ്മാൻ്റെ ഗർഭത്തിലെത്തി. അവിടുന്ന് സമയമായപ്പോൾ ഭൗതികമായ ഈ ലോകത്ത് നമ്മളെത്തി. നമ്മളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയാണ്, ഈ നാട്. എന്താ കൊടുക്കുക പറയാ? തലക്കി എന്ന് പറയപ്പെടുന്ന നാട്ടിലാണ്. എന്നെ അള്ളാഹു കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയിൽ ആറ്റുപുറം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതിനൊരു ഹിക്മത്തുണ്ടാവും. വെറുതെ ഒന്നും തലക്കിക്കാരവിടെ കൊണ്ടുവരില്ല. നിങ്ങളെ കബറിലേക്ക് വാരപ്പെട്ട നിങ്ങളെ ശരീരത്തിൽ ഊട്ടപ്പെട്ട മണ്ണ് ഇവിടുന്ന് വാരിയ മണ്ണൈകാരം. ആ മണ്ണ് വാരി കൊടുത്താണ് കബറെത്തുക. നിന്റെ കബർ അങ്ങനെ തലക്കിക്കാരെ കൂടുതൽ ഇവിടുത്തെ കബർസ്ഥാനേക്കാരെ നിങ്ങളെ മണ്ണ് വാരിയിട്ടുണ്ടാകുക. എൻ്റെ നാട്ടിൽ നിന്ന് മണ്ണ് അങ്ങനെ ആവാം. ചിലപ്പോൾ മക്കയിലോ മദീനയിലോ അവിടെയൊക്കെ പോകാം. ചിലപ്പോൾ എവിടെ പോയി തന്നെ അല്പം കാണില്ല, പ്ലെയിനൊക്കെ നശിച്ച് കാണാനില്ലാതെ ആവാം. എവിടെ എൻ്റെ ശരീരത്തിൻ്റെ മണ്ണ് വാരിയത് അവിടെ എൻ്റെ ഭൗതിക ബോഡി എത്തുന്നതാണ്. അള്ളാഹു നമ്മളെ ഖബർ നന്നാക്കി തരട്ടെ, നമ്മളെ ഖബറിടം അള്ളാഹു നന്നാക്കി തരട്ടെ. നമുക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഖബറുണ്ട്, നമ്മൾ ഓർക്കണം. മൂന്നാം മഹാലോകത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിനെ കുറിച്ച് റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞത്, കുൻ ഫിദ്ദുന്യാ കഅന്നക വരീബ് ഔ ആബിറു സബീൽ. കുൻ ഇബ്നു ഉമറെ നിങ്ങളാവണം ഫിദ്ദുന്യായി ഭൗതികമായ ദുന്യാവിൽ കഅന്നക വരീബ് ഒരു വിദേശിയെ പോലെയാകണം. ഔ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഞാനിപ്പോൾ ഈ തലക്കിയിലൊരു വഴിയാത്രക്കാരനാണ്, ഒരു വിദേശിയാണ്. എനിക്കിവിടെ ഇന്ന് തൽക്കാലം ഒന്ന് നിൽക്കണം. നാളെ ഇവിടെ കാസർഗോഡ് പണ്ഡിത സംഘമുള്ളത് കൊണ്ട് തങ്ങളോട് പറഞ്ഞു ഞാൻ പരിപാടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഇന്ന് പോവില്ല. അപ്പം ഇന്ന് ഇവിടെ അങ്ങനെ കെടുക്കാനൊരു വിരിപ്പിട്ടണം. അത്ര ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ.
അങ്ങനെയാണ് ഭൗതികമായ ലോകത്ത് നമ്മളൊക്കെ അങ്ങനെ വന്നവരാണ്. അതാ ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞത്, കുൻ ഫിദ്ദുന്യാ കഅന്നക വരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഇബ്നു ഉമറേ, നിങ്ങളെ നഫ്സിനെ അസ്ഹാബിൽ ഖുബൂറിൽ ഒന്ന് കണക്കാക്കണം. ഇടയ്ക്കിടയ്ക്ക് കബറാളിയായിട്ട് കബറ് കെടുക്കണ രംഗം ഇങ്ങനെ ഓർക്കണം. നമ്മളൊക്കെ ഓർക്കണം കബറ് കെടുക്കണ രംഗം. അള്ളാഹു ആ ഓർമ്മ നമുക്ക് ഇട്ടു തരട്ടെ. ആ ഓർമ്മ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളെ കബറ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മൂന്നാം മഹാലോകം കഴിഞ്ഞാൽ ഇന്ന് മരിച്ചവരൊക്കെ എവിടെ? അതാണ് നാലാമത്തെ ലോകം. അലമുൽ ബർസഖിലേക്ക് നമ്മൾ പോകും. മരിച്ചവരൊക്കെ താമസിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടേക്ക് നമ്മൾ കടന്നു പോകും. അത് രണ്ട് വിധത്തിലാണ് ആ ലോകമുള്ളത്. ഒന്നുകിൽ ഇല്ലീൻ എന്ന പദവി, അല്ലെങ്കിൽ സിജ്ജീൻ എന്ന ജയിലറ. എവിടേക്കാ പോകേണ്ടത് തീരുമാനിക്കോ? അത് തീരുമാനിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ വെറുതെ ജീവിക്കല്ലേ. നമുക്കൊരു മിലിറ്ററി ഉണ്ട്, ബെൽത്തുണ്ട്, ഇടത്തുണ്ട്, മുന്നിലുണ്ട്, പിന്നിലുണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു നേതൃത്വം വേണം. ആ നേതൃത്വമാണ് നമ്മളെ നബി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ നേതാവ്. ലോകാവസാനം വരേക്കുമുള്ള സർവ്വ മനുഷ്യന്മാരുടെയും നേതാവ്. ഞാൻ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് വിളി കേൾക്കണം. 5 വഖത്തിൽ നമ്മളോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാണ്ട് പറയുമ്പോൾ മദീനയിൽ നിന്ന് സലാം മടക്കണം. അങ്ങനത്തെ ഒരാൾക്കാരായി അല്ലാഹ് നമ്മളാക്കി തരട്ടെ. നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു 7-ാം കൂലിയായി നടന്നാൽ പോരാ. എങ്ങനെയെങ്കിലും പക്ഷികൾ ജീവിക്കണവർ ജീവിച്ചാൽ പോരാ. ഏതെങ്കിലും നാൽക്കാലി മൃഗങ്ങളെ പോലെ ജീവിച്ചാൽ പോരാ. നമ്മൾ മനുഷ്യന്മാരായി ജീവിക്കണം. നമ്മളെ സലാം കേൾക്കാൻ വേണ്ടി ഒരു നേതാവ് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ കേൾക്കണമെങ്കിൽ അതിന് അർഹത വേണം, അതിന് യോഗ്യത വേണം. അതാ ഇവിടെ വയലു അറിയാനുള്ളത്. അതാ ഈ ഇൽമു എന്ന് പറഞ്ഞാൽ, അതാ ഇതിനെ സ്ഥാപനം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വേണം. രാജ്യത്ത് നന്നാവാൻ ഒരു മേഖല വേണം. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. മുത്ത് റസൂലുള്ളാഹി ഹിജർ ഇത് തുടങ്ങിയപ്പോൾ, നുബുവത്ത് കിട്ടിയപ്പോൾ ആദ്യം മക്കത്തൊക്കെ പറഞ്ഞു കൊടുത്തു. ഓല് ഉപദ്രവം വർദ്ധിപ്പിച്ചു. കൊല്ലാൻ വേണ്ടി വരെ വീട് വളഞ്ഞു. അപ്പോൾ തങ്ങൾ മദീനയിലേക്കാണ്ട് പോയി. അവിടെ ചെന്നിട്ട് തങ്ങളൊരു ആസ്ഥാനം പണിയാണ് ചെയ്തത്. മദീന പള്ളി പണിയത്. അതാണ് ലോക മുസ്ലിമീങ്ങളുടെ പള്ളി, മദീന പള്ളി. അതിൻ്റെ മുമ്പും ഇവിടെ കഅബ ഉണ്ടായിട്ടുണ്ട്. മലക്കുകൾ ആദം നബി വരുന്നതിൻ്റെ മുമ്പ് കഅബത്തിന് ആര് പടച്ചു? മലക്കുകളാണ് ഉണ്ടാക്കി. എന്തിന്? ആദം നബി ഇവിടെ ഭൂമിയിൽ വരല് തിന്നരുത് എന്ന് പറഞ്ഞ പ്രായത്തിലേക്ക് അടുത്തപ്പോൾ പുറത്തു പോകാൻ പറഞ്ഞ് നിലയും വിളി ഉണ്ടാക്കിയിട്ടാണ് വരിക. ഇബ്ലീസിന്റെ കെണിയിൽ കുടുങ്ങിയത് നിലയും വിളി ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ രക്ഷപ്പെടാൻ ഒരു ആസ്ഥാനം വേണം. ബഹുമാനപ്പെട്ട ആദം നബി ഇന്ത്യ രാജ്യത്ത് നിന്ന് 40 പ്രാവശ്യം നടന്നുപോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട് മക്കയിൽ. അറിയോ നിങ്ങൾക്ക്? നമ്മളൊപ്പ നമുക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. പോയവർക്ക് പിന്നെയും പോകാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊരു ആസ്ഥാനമുണ്ട്. അതുപോലെ നമ്മളെ ലോക മുസ്ലിമീങ്ങളുടെ ആസ്ഥാനമാണ് ബൈത്തുൽ മുഖദ്ദസ്. അവിടെ വലിയ പ്രതിസന്ധി നടക്കുകയാണ്. അള്ളാഹു മുസ്ലിമീങ്ങളെ എല്ലാ സമാധാന പ്രേമികളെയും അത് രക്ഷപ്പെടുത്തട്ടെ. ഹിന്ദു മുസ്ലിം ഒക്കെ ഒരുമിച്ച് ജീവിക്കണ നാടാണ് നമ്മളെ നാട്. പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സ്നേഹമില്ല, കൃപയിൽ. അങ്ങനത്തെ നാട്ടിൽ കൃപയും സ്നേഹമൊക്കെ എന്നും അത് നിലനിർത്തട്ടെ. ഏതെങ്കിലും ജൂതന്മാർ വർഗീയത ഉണ്ടാക്കണേന് ഇപ്പോൾ നമ്മളെന്താ കാട്ടുക? അവരെ അള്ളാഹു നശിപ്പിച്ച് കളയട്ടെ. ഉമ്മത്തിൻ്റെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്ന വിഭാഗത്തിന് അള്ളാഹു ഒതുക്കി കളയട്ടെ. നമ്മൾ നല്ല ദുആ ചെയ്യണം. പ്രിയമുള്ളവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാലാമത്തെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, ഇല്ലീൻ എന്ന പദവിയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, അതേ സ്ഥാനം 7-ാം ഭൂമിൻ്റെ അടിഭാഗത്ത് സിജ്ജീൻ എന്നൊരു ജയിലറയുണ്ട്. ആ നരകത്തിലെ ജയിലറയാണ്. അവിടേക്ക് പോകുന്ന യാത്ര പോകുന്ന മരണത്തോടു കൂടി പോകുന്ന ആളുകൾ ഈ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. നമ്മൾ തീരുമാനം എടുക്കണം, ഞാൻ ഏതിൽ പെടണം എന്ന്. ഞാൻ എന്നെക്കുറിച്ച് തീരുമാനിക്കണം. എനിക്ക് വയലു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തർ തീരുമാനം എടുത്തിട്ട് പോകണം. അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. വയലു പറഞ്ഞവൽക്കും ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഞാൻ എന്നെക്കുറിച്ച് കണക്കിലെടുക്കണം. അങ്ങനെ ഓരോരുത്തരും അവരവരെ കുറിച്ച് കണക്കിലെടുത്ത് പ്രവർത്തിക്കണം. നമ്മളെ കാത്തിരിക്കുന്നൊരു ഖബറുണ്ട്. ഞാൻ നരകത്തിൻ്റെ ആളാണെങ്കിൽ ഖബർ ഇങ്ങനെ അട്ടഹസിച്ച് നിലവിളിക്കുന്നല്ലേ. എൻ്റെ ഖബറിനറിയാം എൻ്റെ അടുത്തേക്ക് വരാനുള്ള ആളാണ് പോണത്. നമ്മളൊക്കെ ഖബർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ അതിൻ്റെ സാഹസിൽ ബഹുമാനത്തോടു കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഖബർ വലിയ സന്തോഷത്തിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. കാരണം നല്ല മനുഷ്യന്മാരെ കണ്ടാലേ നമ്മളെ ഖബർ പറയും, അത് പഠിച്ചോനെ ആ മനുഷ്യൻ കൊണ്ട് വന്നാൽ ഞാൻ സ്വർഗമായി മാറും. അങ്ങനെയാണ്. നമ്മളവിടെ ചെന്നാൽ അവിടെ സ്വർഗമായി മാറും.
അങ്ങനെയുള്ള ചിലവിൽ ഇപ്പം തങ്ങൾ ഉസ്താദ് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വെളിച്ചാകുകയാണ്. അള്ളാഹു ആ വെളിച്ചം അള്ളാഹു എന്നും നിലനിർത്തട്ടെ. അതുപോലെ നമ്മളാണ്ട് കബർക്ക് ചെല്ലുമ്പോൾ കബറാണ്ട് സ്വർഗ്ഗമാകുകയാണ്. അപ്പം കബർ അള്ളഹാനോട് പറയുക, പഠിച്ചോനെ എന്താ പറയുന്നത്, ഓങ്ങോട്ട് വന്നാൽ ഞാൻ സ്വർഗമായി മാറും. അതുകൊണ്ട് ഓൻ സൽക്കർമ്മം ചെയ്യാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും. ഇനിയും ഒരുപാട് ആയുസ് കൊടുക്കുക പഠിച്ചോനെ കബർ തീർക്കുന്ന നമ്മളെ നന്മ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. തിന്മ ചെയ്യുന്ന വ്യക്തിയുടെ കബർ അട്ടഹസിക്കും. അട്ടഹസിച്ചുകൊണ്ട് പറയും, പടച്ചവനെ ആ ഹംക്ക് എന്നിലേക്ക് വന്നാൽ ഞാൻ നരകമായി തീക്കുണ്ടാരമായി മാറുകയാണ്. എന്നെ തീക്കുണ്ടാരമാക്കുന്ന മനുഷ്യനെ എന്ത് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെതിരെ ലഅനത്ത് ചെയ്തുകൊണ്ട് നമ്മളെ ഖബർ നമുക്കെതിരായി ദുആ ചെയ്യും. അതുകൊണ്ട് തലക്കിക്കാരായ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ, നമ്മളെ കാത്തിരിക്കുന്നൊരു മണ്ണറയുണ്ട്. മരിക്കുന്ന ജഡത്തിമ്മൽ അലക്കിയ തുണിമുണ്ട് മറച്ചും കൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവി, നിന്നെ മരിപ്പിക്കാൻ നിയമിച്ച മലക്കുൽ മൗത്ത് വന്നാൽ മരിച്ചങ്ങ് മലർന്നല്ലോ പുടയും മാറ്റി. മഴു കൊണ്ട് ഖബറെന്ന പുരാവെട്ടി കുഴിയുമ്പോൾ മരാവിച്ച ശരീരത്തെ കഫൻ ചെയ്യുമ്പോൾ നിന്നെ മറ ചെയ്യാൻ ഖബറുള്ളിൽ കടത്തും പാവി. ഉടനെ മറുപടി പറയുവാനൊരുങ്ങു പാവി. പണ്ട് ഞാൻ മദ്രസ പഠിക്കുന്ന കാലത്ത് പഠിച്ചൊരു പാട്ട് ഓർമ്മ വന്നതാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ ഇട്ടെടുത്ത് നടത്തി നല്ല യൂണിഫോമൊക്കെ ധരിച്ച് ഈ ഭൂമിയിൽ അലങ്കരിച്ച് നടക്കുന്ന മനുഷ്യ, നീ അലങ്കരിച്ച് കൊണ്ടു നടക്കുന്നത് മയ്യത്തിനെയാണ്. നിന്റെ മയ്യത്തിനെയാണ് നീ കൊണ്ടു നടക്കുന്നത്. ഇത് ഖബറിൽ മണ്ണറയിൽ വെക്കാനുള്ളതാണ്. 3 കഷ്ണത്തിൽ നിന്നെ പൊതിഞ്ഞു കെട്ടി 3 ഭാഗവും കെട്ടിക്കൊണ്ട് ഒരു 6 കാലുള്ള കട്ടിലിൽ കയറ്റി നിന്നെ ഖബറിടത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സമയം വരാനുണ്ട്. അതുകൊണ്ട് ആലോചിക്കുക ബുദ്ധിമാനായ മനുഷ്യ. നിന്റെ നഫ്സിനെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണി നോക്കുക. എപ്പോഴും ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. മരണം നൈമിഷികമാണ്, എപ്പോഴും നടക്കാം. ഈ പറയുന്ന വഅ്ള് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല. ഈ കാസർഗോഡ് മംഗലാപുരത്ത് വന്ന ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഞാൻ ഹയാത്തോടു കൂടി പോയിക്കൊള്ളണമെന്നില്ല. എന്താണ് എൻ്റെ റബ്ബ് കണക്കാക്കിയതെന്നറിയില്ല. എന്താണെങ്കിലും നല്ല മുഅ്മിനീങ്ങളുടെ ഇടയിൽ വെച്ച് ഏറ്റവും നല്ല ദിക്റ് ചൊല്ലി അല്ലാഹുവിൻ്റെ സുന്ദരമായ ലിഖാഇനെ കണ്ട് ആസ്വദിക്കുന്ന നിലക്ക് മുത്തു റസൂലുള്ളാഹിൻ്റെ ഒളിവ് കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ 4ാമത്തെ ലോകം നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഖബറും ഒരു ആത്മീയ ലോകം. ആത്മാവ് ഇല്ലിയീൻ, മുഅ്മിനീങ്ങൾക്ക് ഇല്ലിയീൻ, കാഫിരീങ്ങൾക്ക് സിജ്ജീൻ എന്ന ജയിലറയും അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഫിരീങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൽ പേടില്ലാതെ ജീവിക്കണോല്. അങ്ങനെയാണ് കുട്ടിയമ്മരിങ്ങൾ. എന്ത് പറഞ്ഞാലും മനസ്സിൽ കണ്ട് കിടക്കൂല. ഞാൻ ആ തല തിരിഞ്ഞുകൊണ്ടേ നടക്കുള്ളൂ. അങ്ങനെ ചില ആൾക്കാർ ഇവിടെ എല്ലാ മാസം വയലും നല്ല നസീഹത്തും ഇതൊക്കെ നടന്നാലും നമ്മൾ കേട്ടുപോകും. നമ്മളെ ജീവിതം കുത്തനെ. ഒരിക്കലും മാറി ചിന്തിക്കുന്ന ഹൃദയം നമുക്ക് കിട്ടണില്ല. നടക്കൂല, അല്ലാഹ് നമ്മളെ വിടൂല. അങ്ങനെ 4ാമത്തെ ലോകം കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറി എന്ന കാലത്തിൽ ഊത്തിന് 2 ഇതുണ്ട്, സൈഖത്തുണ്ട്, നഫ്ഖത്തുണ്ട്. അങ്ങനെ ഊത്തിന് 2 വിശേഷണം കൊണ്ടാ പരിചയപ്പെടുത്തി. സൈഖത്ത് പറഞ്ഞതാ മരിക്കാൻ, ബാക്കിയുള്ളവരൊക്കെ മരിക്കാൻ വേണ്ടി 1ാമതൊരു ഊത്ത് ഊതും, അതിന് സൈഖത്ത് എന്ന് പറയും. പിന്നെ എല്ലാവരും മരിച്ചു കഴിഞ്ഞ് ഇസ്രാഫീൽ അലൈഹിസ്സലാം പുനർജന്മത്തിന് വേണ്ടി 2ാമതൊരു ഊത്ത് ഊതും, അതിനാണ് നഫ്ഖത്ത് എന്ന് പറയാ. നുഫിഖ ഫിസ്സൂരി എന്ന് പറഞ്ഞാൽ നഫ്ഖത്ത് എന്ന് പറയപ്പെടുന്നത് അതാണ്. അത് കണ്ട് വന്നാൽ അപ്പം എല്ലാവരും ഒരു നൂലിൻ്റെ ഇഴ പോലും ഉണ്ടാകൂല. നമ്മൾ ശരീരത്തിൽ നിന്ന് വടിച്ച് നീക്കിക്കളഞ്ഞ മുടികൾ, രോമങ്ങൾ, നഖങ്ങൾ ഒക്കെ അല്ല തന്നിട്ട് ആ പൂർണ്ണ മനുഷ്യനായിട്ട്
അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ രോമവും മുടിയും തലയും ഒക്കെ കൂടി ആ കോലൊന്ന് കണ്ണിങ്ങനെ മേൽപോട്ട് ഇങ്ങനെ തുറച്ചിട്ട് കണ്ണിങ്ങനെ മേൽപോട്ട് സൂര്യൻ ഒരു ചാൺമീതെ ഇങ്ങനെ വന്ന് ഉദിച്ചിട്ട് ഉദയം ചെയ്തിട്ട് പടച്ച അപ്പോഴാണ് പറഞ്ഞ വയലും നസീയത്തും ഉറുദിയും പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ ബഹുമാനവും ആദരവും ഒക്കെ അപ്പോഴാണ് മനസ്സിലേക്ക് കിടക്കണം. പക്ഷെ അപ്പം കിടന്നിട്ട് കാര്യമില്ല. അർഹമുർ-റഹീമേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ പാവങ്ങളാണ്, മിസ്കീന്മാരാണ്, ഞങ്ങൾ കഴിവില്ല. അതുകൊണ്ട് ഞങ്ങൾ മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെക്കുകയാണ്, അഹ്ലുൽ ബൈത്തിനെ പ്രിയം വെക്കുകയാണ്, ആലിമീങ്ങളെ പ്രിയം വെക്കുകയാണ്, ദർസിന് ഭക്ഷണം കൊടുക്കുകയാണ്, മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചു കൊടുക്കുകയാണ്, ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. പടച്ചവനെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് അല്ലാ. ആമീൻ പറയാൻ മടി. കഷ്ടപ്പെടുത്തരുത് അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ, രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സ്ഥിതികൾ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ആലോചിച്ച് ദുനിയാവിൽ ജീവിച്ചാൽ മതി. ഇന്ന് നോക്കുന്നിടത്ത് മുഴുവനും ഹറാമ്, കേൾക്കുന്നത് മുഴുവനും ഹറാമ്, പറയുന്നത് മുഴുവനും ഹറാമ്, തിന്നുന്നത് ഹറാമ്, കുടിക്കുന്നത് ഹറാമ്, കെടുക്കുന്നത് ഹറാമ്, ഹറാമുകൾ മാത്രം നിറഞ്ഞൊരു യുഗം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പെണ്ണുങ്ങളുടെ കൂത്താട്ടം. ഈ നാട്ടിൽ ദീനുണ്ടോ നോക്കാൻ ഇവിടുത്തെ അങ്ങാടിയിൽ കുറച്ച് ഒരു മണിക്കൂർ വന്നിരുന്നാൽ മതി. ഞാനൊക്കെ അങ്ങനെ നോക്കില്ല ഈ നാട്ടിൽ ദീനുണ്ടാന്ന്. കാരണം എന്തുകൊണ്ട്? മാർക്കറ്റിങ്ങിന് എത്രമാത്രം പെണ്ണുങ്ങൾ വന്നുകൊണ്ട് നോക്കിയാൽ മതി. നാടിൻ്റെ ദീനിൻ്റെ കഥ അറിയും. അവിടെ കടയിലും മറ്റും മാർക്കറ്റിങ്ങിന് എത്രമാത്രം സ്ത്രീകൾ വരുന്നു എന്ന് നോക്കിയാൽ മതി. റോട്ടിൽ കൂടി എത്രമാത്രം സ്ത്രീകൾ ഇങ്ങനെ അയിഞ്ഞാടി നടക്കുന്നു എന്ന് നോക്കിയാൽ മതി. അയിഞ്ഞാടിയിട്ടാണോ, മറിഞ്ഞിട്ടാണോ, ഹയായിലാണോ, ലജ്ജയിലാണോ പോകുന്നത്? അത് കണ്ട അവസ്ഥ കണ്ടാൽ ഈ നാടിൻ്റെ ദീൻ എന്താണെന്നറിയും. കാരണം നാടിൻ്റെ ദീൻ അറിയാൻ കാരണം ഒരു വീട്ടിൽ നാടിൻ്റെ ദീൻ സ്ത്രീകളാണ്. എന്തുകൊണ്ട്? സ്ത്രീകൾ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ രാവിലെ പോന്നാൽ, ഞാൻ സുബൈക്ക് പോന്നാൽ ഇനിയിപ്പോൾ രാത്രി ഇന്നിപ്പോൾ എത്തൂല, നാളെ സുബൈക്ക്, നാളെയും സുബൈക്ക് എത്തൂല, മറ്റന്നാളെ നാളത്തെ പരിപാടിയും കഴിഞ്ഞ് മറ്റന്നാളെ സുബൈയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്തും. അതുവരെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ, കുട്ടികൾ, മരക്കൾ, പേരക്കുട്ടികൾ ഓലൊക്കെ നോക്കുന്നത് ആരാ? എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ദീനില്ല ഞാൻ അവർ നിസ്കരിക്കുമോ? എൻ്റെ ഭാര്യയ്ക്ക് ദീനില്ലെങ്കിൽ അവർ ദീനിയായ അന്തരീക്ഷം ഇല്ലെങ്കിൽ എൻ്റെ മക്കളും പേരക്കളും നന്നാവുമോ? അപ്പം സ്ത്രീകളാണ് ദീനിൻ്റെ എല്ലാ അന്തസ്സും. ഒരു വീട്ടിലെ പുരുഷന്മാർ നന്നാകണമെങ്കിൽ പെണ്ണുങ്ങൾ നന്നാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ മഹത്തായ പ്രദേശത്ത് ഇങ്ങനെ ഒരു സുന്ദരമായ സ്ഥാപനം, അതൊരു അഹ്ലുൽ ബൈത്തിന്റെ നേതൃത്വം, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, നിങ്ങളൊക്കെ തിന്നാൻ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്, അതനുസരിച്ച് നിങ്ങളെ ജീവിതം നന്നാവണം, ക്രമപ്പെടണം. ഇന്ന് മാർക്കറ്റിങ്ങിന് ഒരു കടയ്ക്ക് ഒരു ഹുർമത്തുള്ള പുരുഷന് ഒരു കടയിൽ കയറാൻ പറ്റൂല. അവിടെ പർച്ചേസിങ്ങിന് മുഴുവനും ജോലിക്കാർ, സ്ത്രീകളേക്കാരും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ. അതുകൊണ്ട് തന്നെ ബർക്കത്ത് ഉയർന്നു പോയി, എല്ലാവർക്കും കടങ്ങൾ മാത്രമായി, കൊറോണ വരാൻ തുടങ്ങി. എല്ലാം ദീന് നശിക്കുമ്പോഴാണ് എല്ലാം വരൽ. അങ്ങനെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ തലക്കിയോ തലക്കിക്കാരായ നാട്ടുകാർ, നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ദുന്യാവിനെ നിങ്ങൾ നോക്കണ്ട, വരാൻ പോകുന്ന പരലോകത്തിന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിതം ചിട്ടപ്പെടുത്തുക, നന്നാക്കി തീർക്കുക. ഈ ആയുസ് ഇപ്പോൾ തീർന്നു പോകും. ഇത് വളരെ നിസ്സാരമായൊരായുസ് മാത്രമാണ്. ആയുസിന് 2 ജീവിതമാണ് നമുക്കുള്ളത്, ആജിലത്തായ ജീവിതവും ആജിലത്തായ ജീവിതവും. എന്താ ആജിലത്ത് എന്ന് പറഞ്ഞാൽ? വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന ജീവിതം, അഥവാ ദുന്യാവിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം. ഇതിനെ ആജിലത്ത് എന്ന് പറയും. ആജിലത്ത് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്തൊരു ജീവിതം, മരണത്തോടു കൂടി തുടങ്ങാനിരിക്കുന്ന ജീവിതം. അർഹമുർ-റഹീമീനായ പടച്ച റബ്ബ് ആജിലത്തിനെ ആജിലത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഈമാനും ഹിദായത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. തഖ്വ അള്ളാഹു നമുക്ക് നൽകി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരാൻ പോകുന്ന ജീവിതത്തിൽ ഭയപ്പെടുക. നമുക്കൊരു ആഖിബത്ത്, മരണം വരാനുണ്ട്. അതിനെ എപ്പോഴും നമ്മൾ ആലോചിക്കുക, എപ്പോഴും നമ്മൾ ചിന്തിക്കുക. അവിടേക്ക് നമ്മൾ വിഭവങ്ങൾ സമൃദ്ധമാക്കുക. നാലാളും നാട്ടുകാരും പേരെടുക്കാനും ഫോട്ടോ എടുക്കാനും ജനങ്ങൾ എന്നെക്കുറിച്ച് പ്രകീർത്തി പറയാനുമല്ല നമ്മൾ ജീവിക്കുന്നത്. അത് പറയും, ചിലർ പറയും, പറയില്ല, ചിലർ കുറ്റം പറയും, ചിലർ വിമർശിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ വലിയ മതം ഇവിടെ പറഞ്ഞാൽ വേറൊരു കൂട്ടം ആൾക്കാർ ഞാൻ ടൗണിൽ കൂടി പോകുമ്പോൾ എന്നെ പരിഹസിക്കണോലുണ്ടാവും. ഒരു ലോകം തിരിയാത്ത മോലേറി, ഒരു ലോകം തിരിയാത്ത മനുഷ്യൻ, നെരിയാണിക്ക് താഴെ തുണി കൊടുത്ത ഒരാൾ,
ഇന്നും ഒരു പുരോഗതിയില്ല, ഒരു പുരോഗതിയും ചിന്തിക്കാത്ത ഒരു പഴയ ഒരു പഴഞ്ചൻ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്നോല് വേറുണ്ടാവും. ഞാൻ രണ്ടുകൊണ്ടും എൻ്റെ മനസ്സിനൊന്നും വേണ്ട. അങ്ങനെ പറയുന്നോല് അങ്ങനെ പറയട്ടെ, ഇങ്ങനെ പറയുന്നോല് ഇങ്ങനെ പറയട്ടെ. എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ആജിലത്ത് വിട്ട് എൻ്റെ ആജിലത്തിലേക്ക് ഞാൻ കടക്കുന്നൊരു രംഗമുണ്ട്. സക്രാത്തുൽ മൗത്തിൻ്റെ സമയം എനിക്ക് വരാനുണ്ട്. അള്ളാഹുവേ, ആദം നബിൻ്റെ മക്കളാണ് ഞങ്ങൾ. ആ ആദം നബിൻ്റെ മക്കളിൽ പല ഉമ്മത്ത് വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിൻ്റെ ഉമ്മത്ത് വന്നിട്ടുണ്ട്, മൂസാ നബിൻ്റെ ഉമ്മത്ത് വന്നിട്ടുണ്ട്, ഓരോ 300 ചില്ലറ മുർസലീങ്ങൾ ഉമ്മത്തുമാരിവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റസൂല്, ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ, ആ തങ്ങളുടെ ഉമ്മത്താകാൻ ഭാഗ്യം തന്ന ഞങ്ങൾ. ആ തങ്ങളുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്താ? കുറഞ്ഞ ആയുസ് കൊണ്ട് വലിയ സ്ഥാനം നേടാം. അതാണല്ലേ ഉമ്മത്തിൻ്റെ പ്രത്യേകത. കുറഞ്ഞ ആയുസ് കൊണ്ട് ഒരുപാട് പ്രത്യേകത നേടാം. എന്നാൽ നൂഹ് നബിൻ്റെ കാലത്തൊക്കെ 1000 വയസ്സ് 1500 വയസ്സ് ഒക്കെ ജീവിച്ചിരിക്കുന്ന നബിമാരും ഉമ്മത്തുമായിരുന്നു മുൻഗാമികൾ. ഈ ഉമ്മത്താണെങ്കിൽ 60-ൻ്റെ 70-ൻ്റെ ഇടയിൽ. അതല്ലേ നമ്മളെ ആയുസ്സുള്ളത്. കുറഞ്ഞാലോ നമുക്കുള്ള കൂലിയാണെങ്കിലോ വലിയ. പക്ഷെ ഉള്ള ആയുസ് ഉറങ്ങി തീർക്കരുത്, ഉള്ള ആയുസ് കളിച്ച് തീർക്കരുത്. ഇന്ന് കളിൻ്റെ ഒരു ഇത്, ഇന്ന് എവിടെ നോക്കിയാലും കളി കാര്യമായൊരു കളി മാത്രം. ആണും പെണ്ണും കളി മാത്രം. കാര്യപ്പൊന്നില്ല. കാര്യത്തിന് ആർക്കും ഇപ്പം സമയമില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം, മരണത്തിനെ ഓർത്തുറങ്ങേണ്ട സമയം. ആ സമയത്ത് പോലും ഫോൺ നോക്കി കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടിട്ടൊക്കെ എടുക്കുക. ജനറൽ ലൈറ്റിൻ്റെ ഓഫായാൽ എല്ലാവരും മുഖം പ്രകാശിക്കണ കാല. മൊബൈൽ ഇങ്ങനെ കൊത്തും. അല്ല പഠിച്ച നരമ്പിൻ്റെ പുറമേണ്ട് നരമ്പും ഉണ്ടാവും ചുവട്ടിൽ. ഭൂമി കുലുങ്ങിയാലും അറിയില്ല. ആണും പെണ്ണും വയസ്സനും വയസ്സത്തിയും ഒക്കെ ദീമലപ്പോ. അങ്ങനെ ഉറങ്ങാൻ കിടക്കേണ്ടത്. അന്നൗമു അഖുൽ മൗത്തി മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? ഉറക്കം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അഖാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ സഹോദരനാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മരണം നന്നായി കിട്ടണമെങ്കിൽ ഉറക്കം നമ്മൾ നന്നാക്കണം. മരണം നന്നായി കിട്ടണമെങ്കിൽ ഉറക്കം നന്നാക്കണം. എങ്ങനെ ഉറക്കം നന്നാക്കല്? ഒരു മിസ്വാക്ക് ചെയ്ത് ഒരു ഒന്നുണ്ടാക്കി കിടപ്പറയിൽ വന്നിരുന്ന് ഒരു 3 ഫാത്തിഹ ഓതി, 3 കുൽഹുവല്ല ഓതി, 3 ഫലക്കോതി, 3 നാസോതി, കയ്യിൽ ഊതി കയ്യെത്തുന്ന ഭാഗത്തൊക്കെ നെഞ്ഞുവേദനയും ഊരവേദനയും അർട്ടുവേദനയും എല്ലാ വേദനയും വരുത്തൊക്കെ ഉള്ള കാലങ്ങളാണ്. അതൊക്കെ ഒന്ന് സുഖാവാൻ നല്ലതാ. അതൊക്കെ ഒന്നാണ്ട് ഊതിയിട്ട് തടകി കൊടുത്താൽ ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ പറഞ്ഞ് 34 അല്ലാഹു അക്ബർ പറഞ്ഞാൽ ഓന് ജീവിതത്തിൽ കടങ്ങളോ ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങളോ വരൂല. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിൻ്റെ വീട്ടിൽ രണ്ടാളും അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് റസൂലുള്ള വരുന്നത്. റസൂലുള്ള വന്ന് വാതിൽക്ക മുട്ടിയപ്പോൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉപ്പയാണ് വന്നിട്ടുണ്ടത്. ഫാത്തിമ ബീവി അലിയാരും കൂടി ഉറങ്ങാൻ കിടക്കുക. ഒരു വണ്ടി നീണിച്ചപ്പോൾ റസൂലുള്ള 2 ആളെ കയ്യും പൊടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ കിടക്കണ വിരിപ്പിൽ തങ്ങളാണ്ട് ഇരുന്ന് ഒരു ഭാഗത്ത് ഫാത്തിമ ബീവിനെ ഒരു ഭാഗത്തെയും അലി റളിയല്ലാഹുവിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ അണഞ്ഞൂട്ടി 2 കൂടി ഇങ്ങനെ പൊടിച്ചിട്ട് എന്താ പറഞ്ഞത്? ഫാത്തിമ, നിങ്ങളിന്ന് വീട്ടിൽ വന്നിരുന്നു, നിങ്ങൾക്ക് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് ജീവിതത്തിൻ്റെ ഞെരുക്കും പ്രയാസം ഉണ്ടല്ലേ? ജീവിതത്തിൻ്റെ ഒരുപാട് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടല്ലേ? സാരല്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ വിറക്കുന്ന വിരിപ്പിൽ വന്നാൽ 2 ആളും 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് കിടക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നൈരാശ്യങ്ങളും വരൂല. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഒന്ന് ചൊല്ലിയോക്കി കടന്നിട്ട് വീടോ നോക്കാം. കടാണ് പറഞ്ഞിങ്ങനെ നടന്നാൽ പോരാ. എൻ്റെ കടമ വീടിയിട്ടില്ല, എൻ്റെ കല്യാണം ശരിയായിട്ടില്ല അറിഞ്ഞാൽ പോരാ. ആദ്യം ഇത്തരം സംഗതിയൊക്കെ ഒന്ന് ചെയ്യ്. മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഉറങ്ങാൻ കിടക്കാൻ. ജീവിതത്തിൽ ഒരു നൈരാശ്യങ്ങൾ സ്വന്തം മക്കൾക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഇജാസത്ത് കൊടുത്തത്. അത് വലിയ സഹിയായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? പ്രിയമുള്ളവർ, ഇന്നത്തെ ഉറക്കൊക്കെ ഇപ്പോൾ ഞാൻ പറയണുണ്ട ഒരു കഥയാണ്. ഇന്നത്തൊക്കെ ഉറക്ക് പറഞ്ഞാൽ ആണും പെണ്ണും ഒരു കൂത്താടുന്ന ലോകം. നഊദു ബില്ലാഹ്. അവിടെയാണ് ഈ തലക്കി നാട്ടിലൊക്കെ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും ഇവിടെ മുത്തഅല്ലിമീങ്ങളെ നിർത്തി പഠിപ്പിക്കുന്നതിൻ്റെയും ഒരു ആത്മീയമായ നേതൃത്വത്തിനെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെയും ഇവിടെ ഒരു സ്വലാത്ത് മജ്ലിസ് നടക്കുന്നതിൻ്റെയും അതിലൊരു മണിക്കൂർ സമയത്തെ വയല് നടക്കുന്നതിൻ്റെയൊക്കെ പ്രസക്തി അവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെയാണ് അതിൻ്റെ സാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് വെറും ഒരു സ്വലാത്ത് മജ്ലിസ് നടന്നു എന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് മനസ്സിൽ വെച്ച് പോയി
ഇന്ന് മുതൽക്ക് ചിന്തിക്കണം, ഞാൻ ആദം നബിൻ്റെ മോനാ, ആദനിൻ്റെ വല്യപ്പാനെ ഞാൻ വഷളാക്കാൻ പാടില്ല. ഞാൻ തെറ്റ് ചെയ്ത എൻ്റെ വാപ്പാർക്കൊക്കെ വഷളത്തരുണ്ടാവും, ഉറപ്പല്ലേ? ഞാൻ തെറ്റ് ചെയ്താൽ ആർക്കൊക്കെ ഉണ്ടാവും? നമ്മൾ തെറ്റ് ചെയ്താൽ ആദൻ നബിക്ക് വഷളത്തരം, ഇബ്രാഹിം നബിക്ക് വഷളത്തരം, ഹബീബ് റസൂലുള്ളാഹി തങ്ങൾക്ക് വഷളത്തരം, നമ്മളെ വാപ്പാരന്മാർ കുടുംബത്തിൻ്റെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും വഷളത്തരം. അവരൊക്കെ അയിബാക്കണ പണിന്തിനാ മുസ്ലിമീങ്ങളെ നമ്മൾ ചെയ്യണത്? പ്രിയമുള്ളവർ, അപ്പം അതുകൊണ്ട് ഉള്ള വിവരം അനുസരിച്ച് അള്ളാനെ പേടിച്ചിന്ത തഖ്വയോടുകൂടി ജീവിക്കുക. പെണ്ണുങ്ങളുടെ അദബിൽ ജീവിക്കുക. നിങ്ങളെ കൊണ്ടാണ് ദീന് നടപ്പാകുക. ദീന് നടപ്പാൽ അങ്ങനെ. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എന്നോടുള്ള ബന്ധത്തിനേക്കാൾ കൂടുതൽ എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യനോടാണ്. ഇക്കയിൽ വലിയ സന്തോഷമാണ്. അവരിൽ കൂടി, ആ ഉമ്മയിൽ കൂടി അവരിങ്ങനെ നന്നായി തീരും. അവരിങ്ങനെ നല്ല, എൻ്റെ ഭാര്യനെ ഞാൻ അങ്ങനെ മോട്ടിവേഷൻ നടത്തിയാൽ മതി, നല്ലത് പറഞ്ഞു കൊടുത്താൽ മതി. ഒരൊറ്റ നിർദ്ദേശം കൊണ്ട് മക്കളൊക്കെ നന്നായി തീരും. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ ജീവിതം നമ്മളെ കാത്തിരിക്കൂല, തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ സക്രാത്തുൽ മൗത്ത് നടക്കുമ്പോൾ 2 നിലക്കാണ് മരിക്കണ മനുഷ്യന് മരണം വരാനുള്ളത്. അള്ളാഹു നമ്മളെ നല്ല മരണം അള്ളാഹു നമുക്ക് തരട്ടെ. ആ ഒരൊറ്റ ചെറിയ പോയിന്റും കൂടി പറഞ്ഞ് ഞാൻ നീട്ടൂല. പറഞ്ഞ് തങ്ങൾ പാപ്പ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അനവധി ആളുകൾ ദുആ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോളി. താജുൽ ഉലമ എൻ്റെ ഷെയ്ഖും കൂടിയാണ്. എനിക്കൊരുപാട് വിഷയത്തിൽ ഇജാസത്ത് തന്ന മഹാനാണ് താജുൽ ഉലമ ഉള്ളാൽത്തെ പാപ്പ. അസ്മാഉൽ ബദറിന്, അസ്മാഉൽ ഹുസ്നക്ക്, യാസീൻ സൂറത്തിന്, അതുപോലെ തന്നെ ഹിക്കമ് ദർസ് നടത്താൻ, എൻ്റെ മറ്റ് കിതാബുകൾ ദർസ് നടത്താനൊക്കെ താജുൽ ഉലമൻ്റെ ഒരു ഇജാസത്തുണ്ട്. അള്ളാഹു നമ്മളെ ആ മഹാനവറുകളുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ ദർസിനെ അല്ലാഹു പുരോഗതിപ്പെടുത്തട്ടെ. പക്ഷെ അവരൊക്കെ പഠിപ്പിച്ചു തന്ന ജീവിതം അതാവണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പിടുത്തം വിട്ടും ചെയ്യരുത്, ജീവിക്കരുത്. നമുക്ക് വലിയൊരു മരണം വരാൻ കിടക്കുന്നുണ്ട്. ഒരു വല്ലാത്ത രംഗമാണ്. ആ മരണം നന്നാവാനാണ് രാത്രി ഉറങ്ങുന്നത്. രാവിലെ ഉണർച്ച നേരത്തെ ഉണരണം. എന്തിനാ ഉണരുന്നത്? രാവിലെ ഉണർച്ച എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിൻ്റെ സഹോദരനാ, ബയസിൻ്റെ അഹാണ് ഇത്. പുനർജന്മത്തിൻ്റെ അഹാണ് ഏത്? രാവിലെയുള്ള ഉണർവ്. അപ്പോൾ രാവിലെ നേരത്തെ ഉണരണം, ഒന്നുണ്ടാക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. എന്നിട്ട് പിന്നെ സുബഹി വാങ്ങ് കൊടുത്തിട്ട് സുബഹി വാങ്ങും ജമാഅത്തൊക്കെ ആയി നിസ്കരിക്കണം. രാവിലെ സമയത്ത് നമ്മൾ ദിക്റുകൾ ചൊല്ലണം, തസ്ബീഹും തഹ്ലീലും നമ്മൾ ചൊല്ലണം. അങ്ങനത്തെ രാവിലെയാക്കി മാറ്റിയാൽ എൻ്റെ വരാൻ പോകുന്ന പരലോകം അത് വളരെ സന്തോഷമുള്ള പരലോകമായി തീരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മൾ വയല് പറഞ്ഞാലും നമ്മളൊക്കെ അങ്ങനെ രാത്രി വയലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചൊക്കെ ഉറങ്ങി ചിലപ്പോൾ സുബഹിസ്കരിച്ചാൽ ഓതാൻ കുത്തർന്നാലും ചിലപ്പോൾ അങ്ങനെ ഉറക്കൂക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ക്ഷീണവും അവസ്ഥയൊക്കെ ഉണ്ടാവും. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നേരത്തെ കെടുക്കണം. അതൊക്കെ ഇതിൻ്റെ വിഷയത്തിൽപ്പെട്ടതാണ്. അള്ളാഹു നേരത്തെ അന്തി ഉറങ്ങി രാവിലെ നേരത്തെ ഉണർന്ന് ജീവിക്കുന്ന നല്ലൊരു സ്വഭാവം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു സൽസ്വഭാവികളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു മരണം നന്നാവാൻ, പുനർജന്മം നന്നാകാൻ നമ്മൾ രാവിലെയുള്ള ഉണർവ് നമ്മൾ നന്നാക്കണം. കുറച്ച് ഖുർആൻ നമ്മൾ ഓതണം, തസ്ബീഹ് നമ്മൾ ചൊല്ലണം. രാവിലെ ചൊല്ലേണ്ട ഗസാലി ഇമാം പഠിപ്പിച്ചിട്ടില്ലേ? രാവിലെ സുബഹിൻ്റെ ശേഷം സൂര്യോദയം വരെ പതിവാക്കേണ്ട ഒരു തസ്ബീഹില്ലേ? 10 ദിക്റല്ലേ പഠിപ്പിച്ചു തന്നത്? ഏതാ 10 ദിക്റ്? മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരു ദിക്റാ. ഇതൊരു 100-70 ഏറ്റവും ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും ചൊല്ലണം എന്നാ മഹാനവറുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ചെല്ലണവർക്ക് കട ഉണ്ടാവില്ല എന്നാ. ജീവിതത്തിൻ്റെ ഒരു നൈരാശ്യങ്ങളും വരില്ല നീ ദിക്റ്. എന്താ ദിക്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊന്ന്. രണ്ടാമത്തെ ദിക്റ് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് ഒരു 100 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 10. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. കഅബ ഷരീഫിന്റെ ഗിരിലിമ പോയൊക്കെ കാണാം. 2 ദിക്റാണ് അവിടെ ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ഈ 2 ദിക്റ് കാണാം. ശൈഖുന കുണ്ടൂർ ഉസ്താദ് പരിവാക്കിയിരുന്ന ദിക്റ്. ബാലവി തരീഖത്തിൽ ചില മശായിഖന്മാർ കൊടുക്കുന്ന ദിക്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. എല്ലാ നിസ്കാര ശേഷവും 10 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം. ഇത് ബാലവി തരീഖത്തിൽ ഒരു ഇജാസത്താ. പ്രിയമുള്ളവരെ,
അതിലൊരു ദിക്ര രാവിലെ സുബഹിക്ക് ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അത്രേ ഉള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ ഇല്ല, ആ കിതാബ് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ദിക്ർ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ അൽ അസീസുൽ ഗഫാർ. ഇതാണ് മറ്റൊരു ദിക്ർ. ഇത് 100 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 10, ചുരുങ്ങിയത് 10. പിന്നെന്താ? പിന്നെ 3 തസ്ബീഹ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് 100 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 10. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതും അങ്ങനെ തന്നെ. സുബ്ബൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വറൂഹ്, അതും അങ്ങനെ തന്നെ. 100 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 10. പിന്നെന്താ ചൊല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅസ്അലുഹു തൗബത വൽ മഗ്ഫിറ. അത് 100, 70 അല്ലെങ്കിൽ 10. പിന്നെ ചൊല്ലേണ്ടത് ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വസഹ്ബിഹി വസല്ലിം. ഇത് 100, 70 അല്ലെങ്കിൽ 10. പിന്നെ ചൊല്ലേണ്ടത് എന്താ? അല്ലാഹുമ്മ ലാ മാനി ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതാണ് 9ാമത്തേത്. 10ാമത്തേത് ഏതാ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എത്ര വ്യക്തമായിട്ടാണ് മഹാന്മാർ ഇത് പഠിപ്പിച്ചു തന്നത് നമുക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിനൊക്കെ ഒരു മാറ്റം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞെങ്കിൽ കിട്ടൂലെങ്കിൽ നിങ്ങൾ കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. കിതാബുൽ അദ്കീലൊക്കെ പറഞ്ഞില്ലേ, മുഹല്ലിലായിട്ട് എന്ത് ചെയ്യണം? സൂര്യൻ ഉദയം വരെ ഈ തഹ്ലീൽ ചൊല്ലിയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഓർക്കാണ് ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇങ്ങനെ ചൊല്ലാം. രാവിലെ നമുക്ക് ഉറക്കം തൂക്കുകയാണെങ്കിൽ ഒരു തസ്ബീമാലെടുത്തിട്ട് ഒന്ന് പേരയുടെ ഉള്ളിലൊക്കെ തഹ്ലീൽ ചൊല്ലിക്കൊണ്ടൊന്നാണ് നടക്കുക. നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, കിബിലക്ക് മുന്നിട്ട് മറ്റ് സംസാരങ്ങളില്ലാതെ നീ മുറാഖബയിലായി, റബ്ബിനെ കാണുന്നുണ്ടെന്നുള്ള വിചാരത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, ആ സമയം വരെ നീ ചൊല്ലിയാൽ നിന്റെ ഖൽബിൽ മുശാഹദ ഉണ്ടാകും. നിന്റെ ഖൽബിൽ മുശാഹദ എന്ന് പറയപ്പെടുന്ന വലിയ മർത്തബുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ മരണം നമ്മളിലേക്ക് വരികയാണ്. രാവിലെ തീരുന്നു, രാത്രി തീരുന്നു, പകൽ തീരുന്നു. എല്ലാം കളികൾ, പുറത്തിറങ്ങിയ കളി, പുറത്തു റോട്ടുമ്മ പോയാൽ കളി, അങ്ങാടി പോയാൽ കളി. ഇപ്പം അങ്ങനെയല്ല, എല്ലായിടത്തും കളി തമാശൻ്റെ കാല. ഇന്നിപ്പോൾ പള്ളിക്കലൊക്കെ ചെന്ന് നോക്കിയാൽ 1ാം സഫിലുണ്ടാവും നെയ്മർ, 2ാം സഫിലുണ്ടാവും മെസ്സി, 3ാം സഫിലുണ്ടാവും റൊണാൾഡോ, 4ാം സഫിലുണ്ടാവും റൊണാൾഡീഞ്ഞോ, 5ാം സഫിലുണ്ടാവും മറ്റേ ചീഞ്ഞോ. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും പള്ളിയിൽ. 1ാം സഫിലും 2ാം സഫിലും. അതാ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങനെ കുട്ടിയാൾക്ക് കുപ്പായം വരെ വാങ്ങിക്കൊടുക്കൽ ഇവരെ പേര് എഴുതിയതാ. വല്ലാത്തൊരു കാലം. എൻ്റെ കുട്ടീൻ്റെ പേര് തനി ജൂദായിസം. ഇവരൊക്കെ മുസ്ലിങ്ങളാ. ഒരു മുസൽമാൻ്റെ പേര് എഴുതി കൂടെ? എന്നാൽ എത്ര മട്ടുണ്ട്. പ്രിയമുള്ളവർ, അതുവരെ തൻ്റെ ഇടയില്ലാത്ത വാപ്പാര് എങ്ങനെ കുട്ടികൾ നന്നാകുക? കുട്ടികളെ തലയും മുടിയാണെങ്കിൽ ആ കോലത്തിൽ. അപ്പോൾ പറയണില്ല, താനീ ജൂതന്മാരുടെ കോലങ്ങളും രൂപങ്ങളും. നമ്മളിങ്ങനെ ഫലസ്തീനു വേണ്ടി ദ്വാരുന്നാൽ മതി, അള്ള സ്വീകരിക്കും. കാത്തു തുറന്നോളി. നമ്മൾ ജൂതായുസം മുടിയെട്ടിക്കണ്ട് തലയും കോലും അയക്കാണ്ട് അള്ള നമ്മളെ വിടൂല. അള്ള നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പെണ്ണുങ്ങളാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ തുടിപ്പും മിടിപ്പും കാട്ടി അങ്ങനെ അന്യപുരുഷന്മാരെ മുമ്പിൽ രംഗപ്രവേശനം നടത്തി നടക്കണമല്ലോ. എവിടുന്ന് നമ്മളെ ദുആ അല്ലാഹു സ്വീകരിക്കുക? അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ. അതുകൊണ്ട് എല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി വനസ്അലുഹു തൗബത വൽ മഗ്ഫിറ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്തിഗ്ഫാർ. നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയില്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് ഉയർന്ന എനിക്ക് ദ്വാരുന്നൊരു മഹാനുണ്ടായിരുന്നു. ദുബായിൽ ദേറാ ദുബൈയിൽ നിന്ന് ബാർ ദുബൈക്ക് കിടക്കുന്ന അബറ കിടക്കണോടുത്ത് പഴയ കാലത്ത് 94 ഞാൻ ദുബായി പോയപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ശീല കെട്ടി കുറേ മാറാപ്പൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ ചോട്ട് ഇങ്ങനെ സുലൈമാനുൽ യമനി എന്നൊരു മജ്ദൂബായ വലിയ മഹാൻ ഇരുന്നിരുന്നു. ഞാൻ അർദ്ധരാത്രിയാണ് കാണാൻ പോയത്. കണ്ടപാട് സലാം പറഞ്ഞേക്കണ എന്നെ കെട്ടിപ്പിടിച്ച്
നെഞ്ഞൊക്കെ ഒന്ന് അടുപ്പിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് അപ്പോഴും മൂപ്പർ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം തന്നെ ചെല്ലേണ്ടത്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം തന്നെ ചെല്ലേണ്ടത്. ഇന്ന് സോനാപൂരിൽ മൂപ്പർ മറവിട്ട് കിടക്കുന്നുണ്ട്. അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം അല്ലാ, അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം അല്ലാ, അവിടുത്തെ മദത് കൊണ്ട് നീ ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കണം അല്ലാ, ഇസ്തിഗ്ഫാർ കൊണ്ട് ഞങ്ങളെ കൽബിനി പ്രകാശിപ്പിക്കണം അല്ലാ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എല്ലാം ചൊല്ലിയിട്ട് കഴുകി വൃത്തിയാക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഉത്തമ വിഭാഗം ആദം നബിൻ്റെ മക്കൾ, മുത്തു റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത്, ഖുർആനിൻ്റെ ഉമ്മത്ത്, അങ്ങനത്തെ നമ്മൾ വലിയ സ്ഥാനം കുറഞ്ഞ ആയുസ് കൊണ്ട് വലിയ പദവി നേടാൻ ജീവിതം തന്ന ജീവിതം ഖുർആനിൻ്റെ ഉമ്മത്തുമാർ കുറച്ച് ജീവിച്ചാൽ മതി. ഉള്ളത് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അതിന് നിന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആധുനിക ലോകത്തിൽ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പെരുകിയപ്പോൾ അതിലിങ്ങനെ ഇൻക്ലൂഡ് ആകാനേ ഇപ്പം നമുക്ക് നേരമുള്ളൂ, അതിലിങ്ങനെ ഇടപെടാനേ നമുക്ക് സമയമുള്ളൂ. അതൊക്കെ ഒന്ന് മാറണം, മാറ്റിയെടുക്കണം. അതാണ് ഈ സലാത്തിൽ എനിക്ക് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഹബീബ് റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ, അങ്ങനല്ലേ ഹിജറ വന്നു, വലിയ ത്യാഗം സഹിച്ച യാത്രയാണല്ലോ. സൗറുമലൻ്റെ ഗുഹയിലൊക്കെ ഇരുന്നതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ പോയതും റസൂലുള്ളാഹിൻ്റെ കാലും വന്ന് ചോര വരുന്നത് കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു എൻ്റെ ആണ്ടിൻ്റെ മാസമാണിത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ്, തങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടൊരു പേര് വേറില്ല, തങ്ങൾക്ക് ഇത്ര തൃപ്തിപ്പെട്ടൊരു പേര് വേറില്ല. അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലുമ്മ ചോര കല്ലിച്ചപ്പോൾ ഇടുക്കാണ്. ആരെ? തൻ്റെ 1-2 വയസ്സേ വ്യത്യാസമുള്ളൂ സിദ്ദീഖ് തങ്ങളെ. റസൂലുള്ളാഹിനെ കാണാൻ സഹിച്ചില്ല, എനിക്ക് കാണാൻ കഴിയൂല നബിയെ, ഞാൻ എടുക്കാന്ന് പറഞ്ഞ് എടുത്ത് തോളിലിടുകയാണ്. ആര്? എന്നിട്ട് സൗറുമലൻ്റെ ഗുഹ കയറി പോവുകയാണ്. എന്താണത്? സ്നേഹം. അങ്ങനത്തെ ഒരു നേതാവിൻ്റെ ആണ്ടാണ് ഈ മാസം, ഈ ജമാഅത്തുൽ ആഖിർ മാസത്തിൽ. അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ, അവിടുത്തെ കുരുത്തുള്ള കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ ആക്കട്ടെ, അവിടുത്തെ പൊരുത്തുള്ള ആളുകളെ കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ ആക്കട്ടെ. നിങ്ങളൊക്കെ ഇന്ന് പോയിട്ട് സിദ്ദീഖ് തങ്ങളെ പേരിൽ ഈ മാസത്തിൽ ഒരു യാസീനെങ്കിലും ഓതണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എടുത്തു കൊണ്ടുപോവുക. ഒരു മനുഷ്യൻ്റെ ബഹുമാനപ്പെട്ടവർ രാത്രി ഉറക്കൊഴിച്ചിട്ടില്ലേ? മൂപ്പര് മരുഭൂമി കൂടി നടന്നിട്ടില്ലേ? റസൂലുള്ളാഹിൻ്റെ കാലും വന്ന് ചോര വരുന്നത് താങ്ങാൻ കഴിഞ്ഞില്ല. എന്താണത്? സ്നേഹം. അങ്ങനെ എടുത്തു കൊണ്ടുപോയി ഒരു ഗുഹയിലെത്തി. തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, വിശ്രമിക്കുക. അങ്ങനെയാണല്ലോ. വിശ്രമിച്ചപ്പോൾ അപ്പോഴാ മാടപ്രാവും അതുപോലെ തന്നെ എട്ടുകാലി റഹ്മത്തുല്ലിൽ ആലമീൻ എൻ്റെ വീട്ടിലുള്ള അഭയം തേടി വന്നിട്ടുണ്ട്. അപ്പോൾ തങ്ങളെ ശത്രുക്കളെ കണ്ണിനെ തൊട്ട് മറടല് അത്യാവശ്യമാണ്. ആ പൊട്ടിയ നെറ്റ് വല, മാറാമ്പല, ഇവിടെ മാറാമ്പല എന്നല്ല പറയാ, വെണ്ണാത്തൻ്റെ വല, നമ്മളവിടെ മാറാമ്പല, മാറാല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ നാട് മാറുമ്പോൾ അതും വേണം ഓർത്ത് പറയാഞ്ഞാലേ അതൊക്കെ പൊട്ടി. ആണ്ട് ആള് പോകുമ്പോൾ പൊട്ടുമല്ലോ. എട്ടുകാലിങ്ങനെ അങ്ങോട്ടും തരും വലാണ്ട് നെയ്തു. ആദ്യത്തിലേറെ ഉഷാറായിട്ടും വലാണ്ട് നെയ്തു. നേരം പുലർന്നപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ വന്നു നോക്കി ഉള്ളിലേക്ക് കാണൂല, അവിടുന്ന് ഇങ്ങോട്ട് കാണാം, അവിടുന്ന് നെറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് കാണാം. ഇവിടെ നാട് നോക്കിയാൽ കാണൂല, അവിടെ ഇരുട്ടാണല്ലോ. അതാ ആ എട്ടുകാലിൻ്റെ സ്നേഹമെങ്കിലും. 2 മാടപ്രാവ് സംസാരിച്ചു. റഹ്മത്തുൽ ആലമീൻ നമ്മളെ വീട്ടിൽ വന്നിക്കണ്, സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ മാടപ്രാവ് തങ്ങളെ സംരക്ഷിച്ചു എന്നാ മഹാന്മാരത് പാടിയില്ലേ? സലാവാതി അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണം. നമ്മൾ ആ മാടപ്രാവ് സംസാരിക്കണത് റഹ്മത്തുല്ലിൽ ആലമീൻ. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം. ശത്രുക്കൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉത്തർക്കാം. നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് ഇവിടെ ഇരിക്കുക. അപ്പം എന്താ? അതൊരടയാളാ. ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യനുണ്ടെങ്കിൽ പ്രാവ് അവിടെ ഇരിക്കൂല എന്ന് ഉറപ്പാ. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ പ്രാവ് അവിടെ ഇരിക്കുവോ? അപ്പൊ പ്രാക്കൾ തീരുമാനിക്കണെന്ത്? ശത്രുക്കൾ ഇവിടെ വന്നു നോക്കും. അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ ആടും കൊണ്ട് ചാടി കളിച്ച് ഉത്തരക്കാം. അപ്പൊ നമ്മളെ കാണുമ്പോൾ ഇതിൽ മനുഷ്യന്മാരില്ലാന്ന് ഉറപ്പിക്കും, പിന്നെ തെരഞ്ഞു നോക്കൂല.
ആ ഒരു സ്നേഹമെങ്കിലും നമുക്ക് വേണ്ടേ? നൂഹ് നബിന്റെ വെള്ളപ്പൊക്കക്കാലത്ത് കപ്പലിൽ കയറിയ പാമ്പ് തങ്ങളെ കാണാൻ കാത്തിരുന്ന ഗുഹയല്ലേ സൗർ ഗുഹ. സൗർ ഗുഹന്റെ പൊത്തിൽ സിദ്ദീഖെന്നവരെ കൊത്തിയ ഒരു പാമ്പില്ലേ, അത് നൂഹ് നബിന്റെ വെള്ളപ്പൊക്കത്തിൽ കപ്പലിൽ കയറിയപ്പോൾ നൂഹ് നബി എന്ന് പറഞ്ഞു, എന്തേ അവസാനം വരുന്ന നബി മുഹമ്മദ് നബിനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാലം വരും. അന്ന് ആ മുഹമ്മദ് നബി മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുഹയുണ്ട്, സൗർ ഗുഹ എന്ന് പറഞ്ഞ വയലിൽ പാമ്പ് കേട്ട് വെള്ളം പറ്റി കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പാമ്പ് തേടി വന്നത് എവിടേക്കാണ്? മുത്തുനബിനെ കാണാൻ വേണ്ടി ഈ ഗുഹയിലിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ സിദ്ദീഖെന്ന ഒരു കാല് വെച്ചപ്പോൾ കാണാൻ മറ വന്നു, അതാണ്ട കൊത്തിയത്. അല്ലെങ്കിൽ പാമ്പ് കൊത്തൂല സിദ്ദീഖെന്നാരെ. കാണലിനെ തൊട്ട് മറട്ടപ്പോഴാണ് ചെയ്തത് കൊത്തിയത്. ആ ഒരു പാമ്പിന്റെ സ്നേഹമെങ്കിലും ആ ഒരു മാടപ്രാവിന്റെ സ്നേഹമെങ്കിലും ഈ ദീനിനോട് മുത്തുനബിയോട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ കോലം കളിക്കുവോ? നമുക്കിന്ന് റസൂലുള്ളാന്റെ യൂണിഫോമിനോട് ഒരു അലർജിയാ. തൊപ്പിടാൻ ഒരു വെറുപ്പ്, മുടി ചെറുതാക്കി വെട്ടലൊരു വെറുപ്പ്, തുണി കയറ്റിയെടുക്കലൊരു വെറുപ്പ്, പെണ്ണുങ്ങൾക്ക് മുഖംമൂടിയൊക്കെ ധരിക്കലൊരു വെറുപ്പ്, കയ്യൊറ കാലൊറടലൊരു വെറുപ്പ്. ആരോടായി വെറുപ്പ്? ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോടല്ലേ സഹോദരങ്ങളെ ഈ വെറുപ്പ് നമുക്കുണ്ടായത്? എവിടുന്നാണ് നമ്മൾ രക്ഷപ്പെടുക? അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങളെ ഈ സമയം മുതൽക്ക് രക്ഷപ്പെടുത്തണം അല്ലാ. ഇനി ഞങ്ങളെ തെറ്റാവർത്തിക്കുന്ന ആളുകളാക്കരുത് അല്ലാ. അതുകൊണ്ടുള്ളൊരു ജീവിതം നിങ്ങൾ ക്ലിയർ ചെയ്യണം. വീടാണെങ്കിൽ വീടിൻ്റെ ഉള്ളറ ക്ലിയർ ചെയ്യണം, കിടപ്പറ നന്നാക്കണം, കുട്ടികളെ നല്ല രൂപത്തിൽ നിങ്ങൾ വളർത്തണം, ആ രൂപത്തിൽ നമ്മൾ ചിട്ടപ്പെടുത്തണം. എന്നിട്ട് നല്ലൊരു ചിന്ത വേണം, പേടി വേണം. പടച്ചോനെ, മരണം നമുക്ക് വരാനുണ്ടല്ലോ. മരണവേദന കൊണ്ട് തൊണ്ട ഇടറിയിടുന്ന നേരമിൽ മുഞ്ചിയാം റസൂലുള്ളാന്റെ കാവലേഗ് റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ മരണം വലിയൊരു രംഗം നമുക്ക് വരാണ്ട്. അതിന് നമ്മളെ നേതാവ് നമ്മൾ ആദം നബിൻ്റെ മകനാണ്, ആ ബഹുമാനം നിലനിർത്തണം. റസൂലുള്ളാന്റെ ആളാണ്, ആ ബഹുമാനം നിലനിർത്തണം. അങ്ങനെ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തി നമ്മൾ ഈ അതിനൊരു അവസരം. അതാ ഈ കുട്ടികൾ ചെയ്യേണ്ടത്. ആ ബഹുമാനായി യൂണിഫോം, ഈ വെള്ളവസ്ത്രം, ഈ തലപ്പാവ്, അവർക്ക് ചിട്ടമട്ടം, ഒരു ഉസ്താദ് ഗുരുനാഥൻ, ഇതൊക്കെ വരുന്നത് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ചിട്ടമട്ടം. അത് സ്നേഹിക്കാൻ നമ്മളും, അത് കണ്ട് നമ്മളും നമ്മളെ മക്കളും കുട്ടികളൊക്കെ ദർസ് കൊടുന്ന് ചേർക്കണം. കുട്ടികൾ പഠിക്കട്ടെ, നമ്മളെ കുട്ടികളൊക്കെ ദർസ് കൊടുന്നാക്കണം, നല്ല വിഷയങ്ങൾ പഠിപ്പിക്കണം. ദർസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൽമ പഠിക്കാൻ നിങ്ങൾ എന്തേ മനസ്സിലാക്കി? ഞാൻ പണ്ട് ഒരു വാപ്പ പറഞ്ഞ് ഇപ്പോൾ ഓതാൻ പോകാൻ മടി കെട്ടുകയാണ് ഉസ്താദെയാണ്. സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓതാൻ പോകാൻ മടി കെട്ടുകയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഓനോടൊന്ന് പറഞ്ഞാണി. അപ്പോൾ ഞാൻ ബാപ്പാട് ചോദിച്ചു, ഇജ്ജ് പറഞ്ഞില്ലോ ചോദിച്ചു. എന്നെക്കാൾ വയസ്സ് പറഞ്ഞ വാപ്പയാണ്. നീ പറഞ്ഞില്ലോ ചോദിച്ചു. ബാപ്പ കല്ലിട്ടേരനാണ്. ആ ഞാൻ പറഞ്ഞു ഉസ്താദെ ഓനോട് ഓതാൻ പോകാൻ. ഓതാൻ പോകണം, ഞാൻ സ്കൂളിൽ പോകാന്നാണ് പറഞ്ഞത്. ഓതാൻ പോണില്ല. അപ്പോൾ ഓൻ്റെ പറഞ്ഞ് ഓതാൻ പറഞ്ഞപ്പോൾ എൻ്റെ നേരെ തിരിഞ്ഞെന്ന് കാണി, നിങ്ങളെന്തേ ഓതാഞ്ഞെന്ന് ചോദിച്ചു. ബാപ്പ കല്ലിട്ടേരനാണല്ലോ. നിങ്ങളെന്തേ ഓതാഞ്ഞെന്ന് ചോദിച്ചു. ന്യായല്ലേ മോൻ ചോദിച്ചത്? അപ്പം ഞാനും ബാപ്പാൻ്റെ നേരാൻ തിരിഞ്ഞത് ചോദിച്ചു, ഇതിൻ്റെ ഓതാഞ്ഞ് ചോദിച്ചു. അതിൽ രണ്ട് കണ്ണിലും വെള്ളാണ്ട് നിറച്ചു. വെള്ളം നിറച്ച പറഞ്ഞ് നുളച്ചിട്ട് കാര്യമില്ല. കിതാബ് ഓതണമെങ്കിൽ മുത്തജരി തജറുദിൻ്റെ തവക്കുല് വേണം. കിതാബില്ലാർക്ക് ഈ പറഞ്ഞിട്ടുണ്ട്. പെണ്ണെട്ടി കുട്ടികളും മക്കളുണ്ടായ മൊയ്യിലാണ്. മൊയ്യിലിന് മുത്തജരിതായിരിക്കാൻ പറ്റൂല. കിതാബ് ഓതണമെങ്കിൽ മുത്തജരിതാവണം. അങ്ങനെ അല്ലേ? അത് കീഴുണ്ടല്ലോ, അവിടെ എൻ്റെ തൊട്ടടുത്ത വ്യക്തി അമ്മൽ മൊയ്യിലു ഫലാ യജൂസു ഖുഉദുഹു അമ്മക്സബിലിഅലിഹി മുതവക്കിലാ. കിതാബ് ഓതുന്നവരൊക്കെ മുത്തജരിതായ മുത്തവക്കിലീങ്ങളാണ്. ഓൽക്ക് ചോറ് നോക്കണ്ട, ഭക്ഷണം ഒന്നും ഓൽക്ക് നോക്കണ്ട, അതൊക്കെ കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. ഇല്ലേ? കിട്ടലില്ലേ?
നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങളോട് സ്വന്തം ക്ലാസ് എടുക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ മുത്തജരിദീങ്ങളാണ്. നിങ്ങളെ മർത്തബ മനസ്സിലാക്കണം. പെണ്ണെട്ടി കുട്ടികളും മക്കളുള്ളവർക്ക് മുത്തജരിദായിരിക്കാൻ പറ്റൂല, ചെലവ് കൊടുക്കണം. അപ്പൊ പെണ്ണെട്ടി കുട്ടികളും മക്കളുണ്ടായ പിന്നെ ഓതാൻ പറ്റൂല. അപ്പൊ അവിടെ ജി നുളച്ചിട്ട് കാര്യമില്ല. ഈ പെണ്ണെട്ടി കുട്ടികളും മക്കളൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഇനി എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ നോക്ക്, ആലിമാക്കാൻ നോക്ക്. മകനോട് ചോദിച്ചു, ഈ സ്കൂളിൽ പഠിച്ച എൻ്റെ ഹൃദയം ഇംഗ്ലീഷ് ബുക്കാവും, കണക്ക് ബുക്കാകും, ഹിന്ദി ബുക്കാകും, എൻജിനീയറാകും, ഡോക്ടറാകും, ശാസ്ത്രജ്ഞനാകും, പലതുമാകും ഈ സ്കൂളിൽ പഠിച്ചാൽ. കിതാബ് ഓതിയാൽ എൻ്റെ ഹൃദയം ഖുർആനാകും. നല്ല മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കാൻ പറയണം. കിതാബ് ഓതിയാൽ ഖുർആനാകും, ഖുർആനായി മാറും. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഖുർആനാകണോ ആകണ്ടേ? എന്നോട് ചോദിച്ചു. ഇത് ചെറിയ കളിയല്ല, അത് ഖുർആനാണ്. ഖുർആൻ മെമ്മറിയായാൽ, എൻ്റെ മെമ്മറിയെ ഞാൻ ഖുർആനാക്കിയാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് കാണിച്ചതൊക്കെ കാണിക്കും. കോഴിൻ്റെ മുള്ളോട് കൂവെന്ന് ചൊന്നാരെ കൂശാരെ കൂവി പറപ്പിച്ച് വിട്ടവർ. കാരണം ഖുർആനായ നേതാവ്, ഖുർആൻ മെമ്മറിയായ നേതാവ് മുത്തു റസൂലുള്ളാഹി തങ്ങളാണ്. തങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞില്ലേ, ചന്ദ്രനോട് പിളർപ്പാകാൻ, അത് 2 പിളർപ്പായില്ലേ. ദൂരെ നിൽക്കുന്ന മരത്തിനോട് പറഞ്ഞില്ലേ, നീ ഒന്ന് ഇങ്ങോട്ട് വാ, ഞാനൊന്ന് മൂത്രമൊഴിക്കട്ടെ. മരം നടന്നു വന്നില്ലേ. അവിടെ നിൽക്കുന്ന മരത്തിനോട് നീ ഒന്നിങ്ങോട്ട് ചാഞ്ഞു കിടക്ക്. ഈ മരത്തിനോട് പറഞ്ഞു നീ ഒന്നിങ്ങോട്ട് ചാഞ്ഞു കിടക്ക്. 2 മരത്തിൻ്റെ ഇലകൾക്കിടയിൽ റസൂലുള്ള ഇരുന്ന് തൻ്റെ ആവശ്യം വീട്ടിയില്ലയോ? തങ്ങൾ പറഞ്ഞത് കല്ലുകൾ കേട്ടില്ലയോ? മരങ്ങൾ കേട്ടില്ലയോ? പറവകൾ കേട്ടില്ലയോ? ചരാചരങ്ങൾ മുഴുവനും അനുസരിച്ചില്ലയോ? ഇതാണ് ഖുർആൻ മെമ്മറിയായ മനുഷ്യൻ്റെ ഉദാഹരണം. ഇത് മനസ്സിലാക്കിയ മുഹീദ്ദീൻ ഷെയ്ഖ് ഒരു കാമ നിന്നിട്ട് ഒരു ഖത്തം തീർത്തവർ, ബഹുമാനപ്പെട്ടവർ. അങ്ങനെ ഖുർആൻ ഓതി. കുട്ടിക്കാലത്ത് തന്നെ കാട്ടിലെ കള്ളന്മാരോട് സത്യം പറഞ്ഞു. ലേ കളവ് പറയല്ല എന്നും ചന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നെ കൊടുത്തവർ. അങ്ങനെ സത്യം പറഞ്ഞ് മുനാഫിക്കിൻ്റെ അടയാളപ്പെടാതെ വാക്കുപാലിച്ച് കൃത്യമായി മുഅ്മിനായ നിലക്ക് പഠിച്ച് ഖുർആനായി ജീവിച്ച് ഇബാദത്ത് ചെയ്തപ്പോൾ മഹാനവറുകൾക്ക് അല്ലാഹു തആല ഖുർആൻ മെമ്മറിയായ പവർ കാണിച്ചില്ലേ? തിന്നു വെച്ച മുള്ളിനോട് പറക്കെന്ന് പറഞ്ഞപ്പോൾ കൂകി പറന്നില്ലയോ? അതാ ഖുർആൻ മെമ്മറിയൽ. അത് അലമാരിയിൽ വെച്ച് ഞാൻ ഖുർആൻ്റെ ആളറിഞ്ഞ പോരാ, ഓതണത് നിത്യം എടുത്തുവെച്ച് ഓതണത്. അത് പഠിക്കണം. അത് പഠിക്കണമല്ല ഈ കുട്ടികൾ. ഒരിങ്ങനെ പഠിക്കും, ഫയലത്ത് എന്നെങ്കിലേ ഖുർആൻ പഠിയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പഠിച്ച് മീസാനൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കും. ഹുവ എന്നുള്ള മീറിന് എത്ര സീഖുണ്ട് പഠിക്കണം. നിങ്ങൾ എത്ര സീഖുണ്ട് ഹുവ എന്നുള്ള മീറിന്? ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഹുവ എന്നുള്ള മീറിന് എത്ര സീഖുണ്ട്, ഹുമക്ക് എത്രയുണ്ട്, ഹും എന്ന് അങ്ങനെ പഠിക്കും ഖുർആൻ ഇങ്ങോട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് ഉഷാറായിട്ട് വല്ല മെമ്മറി ഖുർആനായാൽ അപ്പൊ താജുലുലമ, അതാ താജുലുലമ, അതാ ബഹറുലുലൂം, ഓക്കെ ഉസ്താദ് അവരൊക്കെ ഖുർആൻ പഠിച്ചപ്പോ, ഖുർആൻ മെമ്മറി ആയപ്പോ ഈ ഓക്കെ ഉസ്താദൊക്കെ ഒരൊറ്റ മന്ത്രണം കൊണ്ട് ഭ്രാന്ത് മാറ്റിയ ആളാ. ഞാൻ കേക്കപ്പുറത്ത് ഓതുമ്പോ ഒരു 10-18 വയസ്സായ ചെറുപ്പക്കാരന് ഭ്രാന്തുണ്ടായി. കാനാഞ്ചേരി നാട്ടിൽ നിന്ന് അവിടെ കൊണ്ടുവന്നു. ഷെയ്ഖുന ഒരു നൂല് മന്ദിരിച്ച് കെട്ടിയിട്ട് കുറച്ച് ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രിക്കാൻ മുത്തഅല്ലിമീങ്ങളോട് ആവശ്യപ്പെട്ട് അത് മന്ത്രിച്ച് വന്നവരോട് പറഞ്ഞു. ഓൻ ഒരു യാതി കാട്ടിക്കൂട്ടലായിരുന്നു. വന്നപ്പോൾ ഓൻ ചെന്നാ ഒന്ന് കിടന്നുറങ്ങും. ഉറങ്ങി കഴിച്ചാൽ പിന്നെ അസുഖം ഉണ്ടാവില്ല. പോയാണ്ട് ഉറങ്ങി. ഓനെ വിളിച്ചോണത്തണ്ട, ഉണരുമ്പോൾ നീണിച്ചാൽ മതിനാ. ഉറക്കാണ്ട് ഒരു 5-6 മണിക്കൂർ ഉറങ്ങി നീണിച്ച് ഇന്ന് വരെ ആ സഹോദരന് രോഗമില്ല. ഒരൊറ്റ മന്ത്രി ഒരു നൂല് മന്ത്രിച്ച് കിട്ടിയിട്ടുള്ളൂ. ആരാ അവരൊക്കെ? പ്രിയമുള്ളവർ, അതുകൊണ്ട് മെമ്മറി കുട്ടികളൊന്നും കളിച്ചരുത്. നിങ്ങൾ ഖുർആനെ മെമ്മറിയാക്കുന്ന ആൾക്കാരാണ്. അതല്ല നിങ്ങളെ വലിയ വയസ്സന്മാരൊക്കെ മൊലിയറ്റിയെ നിങ്ങൾ എവിടുന്ന വരുന്നത്? എന്തേ നിങ്ങൾ വിളിച്ചത്? ഖുർആൻ മെമ്മറിയാക്കണല്ലോ അങ്ങനെ വിളിക്കുക. മൊലിയറ്റിയെ നിങ്ങൾ എവിടുന്ന വിളിക്കണത്? നാട്ടിൽ മഹല്ല് പ്രസിഡന്റ് ആയിക്കാരം, ചെലവിന് ചെന്ന മീസാൻ ഓതുന്ന കുട്ടി ആയിക്കാരം. മൊലിയറ്റിയെ ഇങ്ങോട്ട് കയറി ഇരുന്നോളി. എന്തിനാ അങ്ങനെ ബഹുമാനിച്ച് പറയണത്? ഒരു ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കുട്ടികൾ കുതിര കളിക്കരുത്. നല്ല ബഹുമാനം ഉൾക്കൊണ്ട് പഠിക്കണം.
ആ സ്ഥാനം നമ്മളെ കുട്ടികൾക്കും കിട്ടട്ടെ. രക്ഷിതാക്കൾ കുട്ടികളൊക്കെ ഓതാൻ കൊണ്ടിയാക്കി ഒന്ന് പഠിക്കട്ടെ. ഇന്ന് ഓതാൻ പഠിച്ചാലും എല്ലാ വിദ്യാഭ്യാസവും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കിതാബ് ഓതലോടുകൂടി ഡിഗ്രിയൊക്കെ പഠിക്കാൻ ഹാദിയ കോഴ്സൊക്കെ ഉണ്ട്. അതിലൊക്കെ ചേർക്കണം നമ്മൾ. ഞാൻ ഇവിടെ മക്കറിൽ കുട്ടികൾക്ക് ക്ലാസ്സിന് വന്നിരുന്നു. അപ്പം മക്കറിൽ പെൺകുട്ടികളുടെ നല്ല അവിടെ ഉണ്ട് വുമൻസ് കോളേജ്, മിഷ്കാത്ത് ഫതുഹുൽ മഈനൊക്കെ ഉണ്ട്. വലിയ മോലിയരിച്ചികളാണ് ഇവരൊക്കെ. ഒരു ഉഷാറായിട്ട് നല്ല കുട്ടികളെ ചേർക്കി. പക്ഷെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി മറ്റേ ഫാൻ്റൊക്കെ ഇട്ട് ഷൂട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കാനേ കാര്യം കുട്ടികൾക്ക് കമ്പം. അവിടെ വാപ്പൊന്ന് ഉറച്ചിക്കണം, കുടുംബം ഒന്ന് ഉറച്ചിക്കണം, ഉത്തരവാദിത്തം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ആ കുട്ടികളൊക്കെ ഒന്ന് ചേർത്ത് പഠിപ്പിക്കി. അൽഹംദുലില്ലാ, നല്ല നാട്, പെൺകുട്ടികൾക്കും പഠിക്കാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു ഈ നാട് നല്ല നാടാക്കണമല്ല, നല്ല മട്ടത്തിലാക്കണമല്ല, നല്ല റാഹത്തിലാക്കണമല്ല. അപ്പോൾ അതുകൊണ്ട് അതാ ഈ ദർസ് എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരുമിച്ച് നിങ്ങൾക്ക് ഇതായിരുന്നു തരാം. ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണവർക്ക്, ഈ സഹായിക്കണവർക്ക്, ശമ്പളം കൊടുക്കണവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് എന്താ? ഇപ്പം നമ്മളെ മജ്‌ലിസ് ഇന്നലെയായിരുന്നു. നമ്മളെ കോളേജിൽ അവിടെ ഉണ്ട് 100-200 ആളിൻ്റെ അടുത്ത് കുട്ടികളും 10-15 ഉസ്താദുമാരും പല വിദ്യാഭ്യാസങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഇന്നലെയായിരുന്നു നമ്മളെ സ്വലാത്ത് മജ്‌ലിസ്. എന്തിനാണത്? ഈ സഹായിക്കണവർക്ക് ഇതായിരുന്നു കൊടുക്കാനാ. ഈ സഹായിക്കണവർക്ക് ഇവരോട് കടപ്പാടുണ്ട് നമുക്ക്. ഓലെ സഹായം കൊണ്ട് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സഹായം ഇവിടെ ശമ്പളം സ്ഥലസ്ഥാപന്മാരുണ്ട്, ഒരുപാട് സ്ഥാപനം. തങ്ങൾ തന്നെയാണ് എല്ലാ നേതൃത്വം. നിങ്ങൾ മതി, നിങ്ങളൊക്കെ ഒപ്പം നിന്ന് കൊടുത്താൽ മതി. അള്ളാഹു നല്ല ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല വളർന്ന സ്ഥാപനമായി അള്ളാഹു ആക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖുർആനെ നിലനിർത്തണം. അല്ല, ഇന്ന് ഖുർആനാണ് കാറ്റിൽ പറഞ്ഞത്. ഒറ്റ വീട്ടിൽ ഖുർആൻ ഓത്തുണ്ടോന്ന് ഇല്ല. ഏത് വീട്ടിൽ ആരാന്നോ അതിൽ ആർക്കും സമയമില്ലല്ലോ, നേരമില്ല. എല്ലാവർക്കും 100 ശൂല, ആർക്കും ഖുർആൻ ഓതാൻ സമയമില്ല. ഇപ്പോൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സലാമത്ത് തരണം. അല്ലാ, എന്നാൽ മുൻഗാമികളെ മാതിരിയല്ല, നല്ല സൗകര്യം അല്ല തന്നിട്ടുണ്ട്. ഇപ്പോൾ ബെഡ്റൂമിൽ തന്നെ റൂമിൻ്റെ പെരൻ്റെ ഉള്ളിൽ തന്നെ കോമൺ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള കാലം. അവിടുന്ന് ഒരു ഒന്നും ഉണ്ടാക്കേണ്ട പണിയുള്ളൂ. പഴയ കാലത്തമാര് ഉമ്മരപ്പടി ചാടി കിണറ്റിങ്ങ പോയി മാറിലിച്ച് വെള്ളമൊന്നും കോരണ്ട. പണ്ടൊക്കെ ഒരു ഒന്നുണ്ടാക്കണമെങ്കിൽ ഒരുപാട് പണിയാണ്. നിസ്കരിക്കാൻ സ്ഥലമില്ല, ആകെ ഒരു റൂമുണ്ടാവുക. പെരയിലാണെങ്കിൽ തോനെ ആളും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നിസ്കരിക്കണം നമ്മൾ. കരിപിടം ചെന്നരണ്ട. ഇന്നിപ്പോൾ അതൊന്നുമല്ല, ഇന്ന് മൊസൈക്ക്, ഇന്ന് ടൈൽസ്, മാർബിളൊക്കെ ഇട്ട വീടുകളല്ലേ. എന്തുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്തുകൂടെ? ഈ സുന്നത്തും ഖുർആനൊക്കെ ഒന്ന് ഉണരൂ സഹോദര. ആരോടാ ഈ കുതിര വിളിക്കുന്നത്? അപ്പോൾ നമ്മളെ ജോലിയിൽ വർക്കത്തുണ്ടാവും, നമ്മളെ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവും, നമ്മളെ മക്കളിൽ വർക്കത്തുണ്ടാവും, എല്ലാറ്റിലും കാണാത്ത വർക്കത്തുണ്ടാവും. അള്ളാഹുവേ, നീ വർക്കത്ത് ഉയർത്തപ്പെട്ടൊരു കാലമാണ്. നീ ഞങ്ങൾക്ക് നീ പൂർണ്ണ ബർക്കത്ത് ചൊരിയണം റഹ്മാനെ, ബർക്കത്ത് നൽകണം റഹ്മാനെ. അതുകൊണ്ട് ഈ മഹത്തായി പ്രദേശത്ത് നടക്കുന്ന ഈ മാസം തോറും നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ്, ഇവിടെയുള്ള ഈ ദർസിന് വലിയ പുരോഗതിക്ക് വേണ്ടി ഇതിനെ സഹായിക്കുന്ന ഈ കുട്ടികൾ ആത്മാർത്ഥമായി ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഉമ്മാർക്കും ബാപ്പാർക്കും നാട്ടുകാർക്കും വേണ്ടി ഇതാർക്കാനുള്ളതാണ്, അവർക്കുള്ളത് തന്നെയാണ്. അള്ളാഹുവെ, അവർക്കൊക്കെ വലിയ റാഹത്ത് കൊടുക്കണം. അല്ല, ഈ സ്ഥാപനം വലിയ സ്ഥാപനമായി നീ ഉയർത്തണം. അല്ല, നീ ഉയർത്തി കൊടുക്കണം തമ്പുരാനെ. ഞങ്ങൾ പാപ്പാ നിങ്ങൾക്ക് ടെൻഷനാക്കരുത്, ഒപ്പങ്ങൾ നിന്ന് കൊടുക്കണം എല്ലാ സഹായം. ഇപ്പോൾ നേരത്തെ ഇവിടുന്ന് ഇതായിരുന്നു, കഴിഞ്ഞ മജ്‌ലിസിൽ 1000 രൂപ തരണം എന്ന് പറഞ്ഞപ്പോൾ പലരും ഇങ്ങനെ കൊടുത്തയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂല് നൽകണം റഹ്മാനെ, കബൂലാക്കണം തമ്പുരാനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരു സക്രാത്തുൽ മൗത്ത് വരുന്നുണ്ട്. അതുവരെ നമുക്ക് പണിയാണ്. ആ മരണം നടക്കുന്നത് വരെ ഒരു സൂക്ഷിച്ച പണി, ഒരു സൂക്ഷ്മത. വേറെ പണിയൊന്നും ഇഷ്ടപ്പോൾ നമുക്ക് പണി ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യരുത്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമൊക്കെ ഉറപ്പിക്കുക, 5 വക്ത് നിൽക്കുക. വേറെന്താ പണി? വേറെന്താ നമുക്ക് പണി? ഒരു പണിയില്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഒരു മനുഷ്യനോട് നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ, ദിവസവും ചെയ്യാൻ പറഞ്ഞ പണി 5 വക്ത് നിസ്കാരം. നോമ്പ് കൊല്ലത്തിലൊരിക്കലല്ലേ, ഹജ്ജ് ആയുസ്സിലൊരിക്കലല്ലേ, സക്കാത്ത് പണമുള്ളവർക്ക് അതിൻ്റെ സമയമാകുമ്പോഴല്ലേ. എല്ലാ മുസ്ലിമീങ്ങളോടും പതിവായി ചെയ്യാൻ പറഞ്ഞ അമലേതാ? 5 വക്ത് നിസ്കാരം. വേറെന്താ? പിന്നെ വിശ്വാസം നഷ്ടപ്പെടാതെ, പിന്നെ തമ്മാടിത്തരം ചെയ്യരുത്. പിന്നെ എന്തിനാ നമ്മൾ ഈ തമ്മാടിത്തരം ചെയ്യാൻ പോണ്? വെറുതെ പണിയെടുക്കണ ആവശ്യമില്ലാത്ത പണി. പെരയിലവിടെ കുത്തിറന്നാൽ പോരെ. അങ്ങാടി പോയാൽ തെറ്റ് ചെയ്യണം, അങ്ങാടിക്ക് പോയരുത്. അതിനാണ് ത്വരീഖത്ത് അറിയാം. അങ്ങാടി പോയാൽ തെറ്റ് സംഭവിക്കുന്നു തോന്നി അങ്ങാടിക്ക് പോകാതിരിക്കുക, അതാണ് ത്വരീഖത്ത്. ഞാൻ അവിടെ ചെന്ന ഒരുപാട് ഈബത്ത് ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടേക്ക് പോകാതിരിക്കുക, അതാണ് ത്വരീഖത്ത്. പ്രിയമുള്ളവർ, അപ്പോൾ അതുകൊണ്ട് അതാ സൂക്ഷ്മത. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്.
സൂക്ഷ്മതയുള്ള ജീവിതം. അതുകൊണ്ട് സംസാരിക്കുന്നിടത്തും നോക്കുന്നിടത്തും പറയുന്നിടത്തും കേൾക്കുന്നിടത്തും ഡ്രസ്സ് ധരിക്കുന്നിടത്തും നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലായിടത്തും എല്ലാവരും യുവാക്കളൊക്കെ ഒന്ന് സജീവാകണം. തങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് നിങ്ങൾ കിതാബ് ഓതണം. നിങ്ങൾക്കും വേണം നിങ്ങൾ ഉസ്താദിൻ്റെ ശിഷ്യത്വം. അങ്ങനെ നല്ലൊരു നാടായി മാറട്ടത്. അള്ളാഹു നല്ല നാടായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഈ നാടിനെ നീ നന്നാക്കണമല്ല, ഈ നാട്ടുകാരെ നീ നന്നാക്കണമല്ല, അതിന് ഉപകരിക്കുന്ന സ്ഥാപനമാക്കണമല്ല. പ്രിയമുള്ളവരെ, സക്കറാത്തുൽ മൗത്ത് വരുമ്പോൾ കണ്ണിങ്ങനെ മേപ്പെട്ടിങ്ങനെ തുറിച്ച് നല്ല മോമിനായ മനുഷ്യനാണെങ്കിൽ ആ മോമിനായ മനുഷ്യൻ്റെ മരണം എങ്ങനെ അറിയങ്ങൾ? മോമിനായ മനുഷ്യൻ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുക? ഇല്ലീൻ എന്ന പദവിയിൽ ഇങ്ങനെ ഭയങ്കര അലങ്കാരം. ഏഴാം ആകാശത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലീൻ എന്ന സ്വർഗം അതിങ്ങനെ അലങ്കരിച്ച് നല്ല ഹൂറിലിങ്ങളൊക്കെ ഇങ്ങനെ നൃത്തം വെക്കലും ഇങ്ങനെയൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇല്ലീനിൽ നേരത്തെ എത്തിയ മഹാന്മാരുണ്ടാവും. ഓർക്ക് മനസ്സിലാവും ഇന്ന് ഭൂമിയിൽ നിന്ന് ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരും എന്ത് ചെയ്യും? ഇവരെ കൂട്ടത്തിൽ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നടക്കണ സംഗതി ഇല്ലീനിൽ. പക്ഷെ മോമീനാകണം, നല്ല മോമീനാകണം, അപ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെ സ്വർഗീയമായ സുഗന്ധങ്ങളൊക്കെ ഇങ്ങനെ ഗമിക്കുമ്പോഴേ ആകാശലോകത്തുള്ള മലക്കുകളൊക്കെ എന്തപ്പത് വല്ലാത്തൊരു വെളിച്ചം, ഇന്നൊരാരോ ഭൂമിയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അവരെല്ലാ മലക്കുകളും ഒന്നാം ആകാശത്തേക്കുണ്ട് ഇറങ്ങി വരുന്ന. ഒന്നാം ആകാശത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും ഭൂമിയിൽ. അപ്പോഴേക്കാരം ഈ നാട്ടിലെ ഒരു ചെറിയ കുടിലിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു മോമിനത്തായ വല്യമ്മ മരിക്കേക്കാർ, ഒരു ഉമ്മാമ്മ നിക്രല്ലി മരിക്കേക്കാർ. അത് അങ്ങനെ ജീവിച്ചതാ. അള്ളാനെ പേടിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയിൽ ജീവിച്ച ഒരു മഹതിയക്കാരൻ മരിക്കണത്. അല്ലെങ്കിൽ ഒരു പ്രായമുള്ള വയസ്സനേക്കാരൻ മരിക്കണ ഒരു മോമിനായ മനുഷ്യനേക്കാരം. അപ്പം മലായിക്കത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവനോട് ഇങ്ങനെ ഓതിക്കൊടുക്കും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. എന്നതിൻ്റെ അർത്ഥം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഭൗതികമായ ലോകത്ത് നീ ജീവിച്ചപ്പോൾ നിന്റെ കണ്ണിനെയും കാതിനെയും നാവിനെയും ആകർഷിക്കുന്ന നൂറുകണക്കിൽ കാര്യങ്ങൾ നാല് ഭാഗത്തുനിന്നും നിന്റെ മനസ്സിനെ മാടി വിളിച്ചപ്പോൾ അതെല്ലാം നിന്റെ റബ്ബിന് വേണ്ടി മാത്രം ഒതുക്കി വെച്ച മനുഷ്യ. അതതിൻ്റെ അതിന് ഒതുക്കി വെക്കണം. കണ്ണോടത്തേക്ക് വീഴാൻ പോകരുത്, കേൾക്കണിൻ്റെ പിന്നാലെ വീഴാൻ പോകരുത്. കുറച്ചൊക്കെ കഴിയുമ്പോൾ മാറിക്കണം. അങ്ങനെ വിളി ഇങ്ങോട്ട് കിട്ടണമെങ്കിലേ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. എന്താ വിളിയുടെ അർത്ഥം? നിന്റെ മനസ്സാകർഷിക്കുന്ന നൂറുകണക്കിൽ ദുന്യവിയായ ആഡംബരങ്ങൾ നിന്നെ നാല് ഭാഗത്തു നിന്നും മാടി വിളിച്ചപ്പോൾ നിന്റെ നഫ്സിനെ നിന്റെ റബ്ബിന് വേണ്ടി ഒതുക്കി വെച്ച നഫ്സേ, കമോൺ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോരെ, മടങ്ങിപ്പോരെ. ഇല്ല റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക് ഇങ്ങോട്ട് മടങ്ങിപ്പോരെ. റാലിയത്ത്, ഒരു ബേജാറും എനിക്ക് വേണ്ട, ഒരു സമാധാനക്കുറവും വേണ്ട. റാലിയത്തൻ, വളരെ സന്തോഷവാനായിട്ട് ഇങ്ങോട്ട് പോരെ. മർലിയത്തൻ, റബ്ബിൻ്റെ എല്ലാ പ്രീതിയും നിനക്കുണ്ട്, ആ നിനക്ക് ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് ഫദ്ഖുലി ഫീ ഇബാദി, ഇങ്ങോട്ട് കിടന്നാളി, എൻ്റെ അടിമകളുണ്ട് ഇല്ലീൻ, അവിടെ കണ്ട് കിടന്നാളി. ഉദ്ഖുലി ജന്ന, സ്വർഗ്ഗമാണ്, സ്വർഗത്തിലേക്ക് കണ്ട് പ്രവേശിച്ചോളി. ആ ഒരു ആയത്ത് ഇവിടെ തെൽക്കീൻ ചൊല്ലി കൊടുക്കലില്ല. ഇവിടെ ഒന്നും കബറിങ്ങ തെൽക്കിയില്ല. ഞങ്ങൾ ഉണ്ട് ചൊല്ലി കൊടുക്കണ ആ ആയത്ത് ഓതുന്ന സമയമാണപ്പോൾ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ. അത് കുറേ മുഅ്മിനീങ്ങളെ സാന്നിധ്യത്തിലൊരു അമീർ ഓതുമ്പോൾ കോടിക്കണക്കിൽ മലക്കുകൾ അത് ഓതുന്നതാണ്. അപ്പോൾ മലക്കുകളെ ഓത്ത് ഇയാൾക്ക് കിട്ടാനാണ് നമ്മൾ കബറിങ്ങ വെച്ച് ആ ഒരു ആയത്ത് നമ്മൾ ഓതുന്നത്. അത് ചെറിയ സംഗതിയല്ല, വലിയ സംഗതിയാണ്. അള്ളാഹു നമുക്കൊക്കെ മരിച്ചാൽ തെൽക്കീം കിട്ടുന്ന മരണമായി അള്ളാഹ് ആക്കട്ടെ. അങ്ങനത്തോടത്ത് അല്ല നമ്മളെ മറമാടട്ടെ. ആ ആയത്തൊരു അമീർ പള്ളിക്കലം അല്ലാക്ക അല്ലെങ്കിൽ അതിന് അല്ലെങ്കിൽ ഒരു ഉസ്താദ് അതിങ്ങോട്ട് കുറക്കനെ ഓതുമ്പോൾ അവിടെ കുറേ മോമിനീങ്ങളെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതൊരു ദിക്റിൻ്റെ മജ്ലിസായി. അപ്പോൾ ലക്ഷക്കണക്കിൽ മലക്കുകൾ അതിൽ പങ്കെടുക്കും. അപ്പോൾ അത് ആർക്ക് വലിയ കാരണം സന്തോഷവും ഈ കബറാളിക്ക് വലിയ സന്തോഷമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ആ വിളി കേട്ട് മരിക്കാൻ അള്ളാഹ് നമുക്ക് ഭാഗ്യം തരണം. അങ്ങനെ പറഞ്ഞു ചെല്ലുമ്പോൾ ഉയർന്നു ചെല്ലുമ്പോൾ മലക്കുകൾ ഇങ്ങനെ തർക്കിക്കുന്ന തിരക്കൂടുന്ന, എൻ്റെ അടുത്ത് കൂടി പഠിച്ചോ, എൻ്റെ അടുത്ത് കൂടി, എൻ്റെ അടുത്ത് കൂടി, എൻ്റെ അടുത്ത് കൂടി, എൻ്റെ അടുത്ത് കൂടി, ഇങ്ങനെ ഇവനൊന്ന് ഒന്ന് മുസാഫാത്ത് ചെയ്യുക, ഒന്ന് തൊടാൻ, ഒന്ന് സ്പർശിക്കാൻ തിക്കും തിരക്കും കൂട്ടും മലക്കുകൾ. അങ്ങനെ കണ്ട് ചെല്ലിയും കണ്ട് കടന്നാൽ കണ്ട് ചെല്ലുമ്പോൾ മുമ്പ് മരിച്ചുപോയ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് വളയും. ഓനങ്ങോട്ട് കൂടി ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ കൂടുതലൊരു അമീർ വന്നിട്ട് പറയും, എന്തേ ഓന ദുന്യാവിൽ ആ ലോഡ്
ഈ ശരീരമാകുന്ന ഭാരം ഇറക്കി വന്നതാണ്. ഇപ്പോൾ ഒരു ചുമടിറക്കി വന്നത്. ചുമടല്ലോ, നമ്മൾ ആത്മാവ് ചുമടേറ്റി നടക്കുകയാണ് ഈ ഭൗതികമായ ബോഡിയെ. ഇത് ഏറ്റി നടക്കുകയാണ്. ഇപ്പോൾ ആത്മാവിൻ്റെ കഴിവ് കെട്ടിയിട്ടേക്കുക. കുറ്റിമ്മൽ കെട്ടിയിട്ട മൃഗത്തിനെ പോലെയാണ് ഇപ്പോൾ നമ്മൾ. ഈ ആത്മാവിന് വലിയ പവറുണ്ട്, പറക്കാനും മക്ക മദീനൊക്കെ പോകാനുള്ള കഴിവുണ്ട് ആത്മാവിന്. പക്ഷെ അതൊരു ഈ ബോഡിമ കെട്ടിയിട്ടേക്കുക. പരിധി അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് പരിധി വികസിപ്പിച്ച മഹത്തുക്കൾ ഇവിടെ പോയാലും മക്കത്തുണ്ടാവും, മദീനത്തുണ്ടാവും, അവിടെ ഹജ്ജിനൊക്കെ ഉണ്ടാവും. അത് മഹാന്മാർക്ക് ആത്മീയമായി കൊടുത്തൊരു പവർ തന്നെയാണ്. അള്ളാഹുവേ, നീ ഞങ്ങളെ ഉയർത്തണമല്ല, നീ ഞങ്ങളെ വളർത്തണമല്ല. അങ്ങനെ എന്ത് ചെയ്യും? ആ ലോഡിറക്കി വന്നതാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം മരിച്ച നമ്മളെ മൈമുട്ടിയാക്ക അവിടെ ഉണ്ട്. അൽഹംദുലില്ലാ. നമ്മളെ ഇബ്രാഹിം കുട്ടിയാജി മൂപ്പര് ഇവിടെ ഉണ്ട്. അല്ല, നമ്മളെ പോക്കരാജി അല്ലേ മരിച്ചീന്ന്, മൂപ്പരെ കാണാനില്ല ഇവിടെ. അപ്പോൾ അവിടെയുള്ളവർ പറയും അത് മോമിനായി മരിച്ചില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് ദുർഗന്ധാണ് പൊന്തിയത്. ദുർഗന്ധം പൊന്തിയപ്പോൾ മലക്കുകളൊക്കെ കൂടി പറഞ്ഞു, പഠിച്ചോനെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരല്ല എന്ന് പറഞ്ഞു. അതിൽ കൊടന്ന മലക്ക് അവിടുന്ന് വലിച്ചെറിഞ്ഞു. അപ്പം ഈ കഴുകൻ്റെ മാതിരിയുള്ളൊരു മൃഗം കൊത്തിയെടുത്ത് കാലിൽ ഇറുക്കി സിജ്ജീൻ എന്ന ജയിലറയിൽ കൊണ്ടുപോയി കെട്ടിട്ടിരിക്കണം അവനെ. ഇതാണോ വേണ്ടത്? ഏതാ വേണ്ടത്? തീരുമാനിച്ചോ? വിടൂല. കളി മാറും, കളിയൊക്കെ മാറും. ഇതൊന്നും കളിയല്ല. കളിയൊക്കെ നമുക്ക് വരാൻ പോയിരിക്കും. നിങ്ങൾക്കും അല്ലാഹു നമ്മളെ പരലോക ജീവിതം വല്ല സന്തോഷത്തിലാക്കട്ടെ. നീ റാഹത്തിലാക്കണം. അല്ല മോശപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ഹൃദയം സന്തോഷിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് തരാതെ, മോശപ്പെട്ടത് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്താ ഈ കാണുന്നത്, അങ്ങനെ തസ്ബീഹ് ചെല്ലുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണം. അല്ല അല്ലാതെ അങ്ങാടി ബസാറിലൊക്കെ തമ്മാടിത്തരം നടക്കുമ്പോൾ നമ്മളും പോയി ഇന്നിങ്ങനെ വിളിച്ചു കൊടുക്കുക, കൂക്കി വിളിച്ചു കൊടുക്കുക. എന്ത് മുസ്ലിമാടോ ജി അതിൽ പോയി ഇങ്ങനെ എരപ്പത്തരം കാട്ടി നിൽക്കുന്ന ആൾക്കാർ. നഊദു ബില്ലാ. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ ചില ആമുഖങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ചില പോയിന്റുകൾ, ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വിഷയം കൃത്യമായി അധിഷ്ഠിതമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദം നബിൻ്റെ മക്കളാകുന്ന നമ്മൾ, മുത്ത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിയാകുന്ന നമ്മൾ, ഖുർആനിൻ്റെ അഹ്ലുകാരായ നമ്മൾ നല്ല ഉൾക്കൊള്ളണം. അത് പഠിക്കുക. ഖിയാമത്ത് നാൾ വരെ അല്ല നിലനിർത്തുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മളെ നാട്ടിൽ അങ്ങനെ റസൂലുള്ളാഹി അത് സൗറുമലൊക്കെ ചെന്ന് മക്കത്തി എന്ന മദീനത്തി എന്നപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കി. മദീന പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ തുടങ്ങി വെച്ചത് ഈ ദർസ്. അവിടുന്നാണ് ദർസ് തുടങ്ങിയത്. ആ പാരമ്പര്യമാണ് ഈ ദർസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ നാട്ടിൽ ദീൻ നടക്കണമെങ്കിൽ അവിടെ നിൽക്കണം. അല്ലാഹു തആല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താജുൽ ഉലമ വെറുതൊന്നും വന്നൊരു സംഗതി തുടങ്ങി തരൂല. അത് തുടങ്ങിക്കണമെങ്കിൽ അത് വിജയിക്കും ചെയ്യും. അല്ലാഹുവേ, താജുൽ ഉലമൻ്റെ കറാമത്ത് കൊണ്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും നീ ഉയർത്തണമല്ല. ഞങ്ങൾക്ക് മുഴുവനും പുറത്തു തരണമല്ല. ഞങ്ങളെ മുഴുവനും നന്നാക്കി തരണമല്ല. നീ സലാമത്താക്കണമല്ല, രക്ഷപ്പെടുത്തണമല്ല. ഞങ്ങൾക്ക് മരിക്കണ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാ സന്തോഷത്തിൽ ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്ത് റസൂലുള്ളാഹിനോട് നല്ല കണക്ഷൻ വേണം. അതിനാണ് സ്വലാത്ത്. അത് നല്ല വർദ്ധിപ്പിച്ച് ചെല്ലുക. ഇവിടുന്ന് കിട്ടുന്ന സ്വലാത്തുകളൊക്കെ നല്ല വർദ്ധിപ്പിച്ച് ചെല്ലുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ച് ചെല്ലി റസൂലുള്ളാഹിൻ്റെ സലാം അടക്കണോലെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർത്ത് തരണം റഹ്മാനെ, ഉൾപ്പെടുത്തണം തമ്പുരാനെ. ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളാവുമ്പോൾ എനിക്ക് 100 പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. എത്രയോ കോടതി കേസുകൾ, മക്കളില്ലാത്തവർ, കല്യാണം ശരിപ്പെടാത്ത കേസുകൾ, വീടില്ലാത്തവർ, പണി നടക്കുന്നവർ, ഇങ്ങനെ 100 കണക്കിൽ പ്രശ്നങ്ങളാണ് നമ്മളിതൊക്കെ വരാറുള്ളത്. അല്ലാഹുവേ, താജുൽ ഉലമൻ്റെ ബർക്കത്ത് കൊണ്ടും ബഹറുൽ ഉലൂം ശൈഖുനാൻ്റെ ബർക്കത്ത് കൊണ്ടും മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബർക്കത്ത് കൊണ്ടും അംബിയാക്കൾ മുർസലീങ്ങൾ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ മദദ് കൊണ്ടും പരിശുദ്ധ ഖുർആൻ്റെ ബഹുമാനം കൊണ്ടും ഈ ഉദ്ദേശങ്ങൾ ഞങ്ങളോട് ആരെന്ത് മുറാദ് പറഞ്ഞാലും അത് മുഴുവനും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ കുട്ടികളെ മക്കൾ, അതുപോലെ ഞങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഒരുപാട് കുട്ടികൾ ദർസ് നടത്തുന്നവരാണ്. അവരെ ദർസിൽ നല്ല ബർക്കത്ത് നൽകണം അല്ല. പഠിക്കണ മുത്തഅല്ലിമായി പഠിക്കുന്ന കുട്ടികൾക്ക് മടിയില്ലാതെ ഞങ്ങളെ മെമ്മറി ഖുർആനാക്കുകയാണ്. ഞങ്ങളെ മെമ്മറി പരിശുദ്ധ ഖുർആനാക്കി മാറ്റുകയാണ്. ആ ബഹുമാനത്തോടു കൂടി പഠിക്കാൻ ഭാഗ്യം നൽകണം അല്ല, തൗഫീഖ് നൽകണം അല്ല. അവരെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ഈ കുടുംബത്തിനെ, ഈ നാടിനെ നീ നിലനിർത്തണമല്ല. കൊറോണ കാക്കണമല്ല. മഹാമാരികൾ ശിഫ നൽകണമല്ല. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ്, തങ്ങൾ പാപ്പ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദ്വാരക്കുമ്പോൾ
നമ്മളൊന്ന് ഓർത്ത് തീർക്കണം എന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.